ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മെ ബലപ്പെടുത്തും. ദൈവത്തിൻ്റെ വചനം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വചനം നമുക്ക് സമാധാനം തരും. നമുക്ക് എന്ത് വേണോ അതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് പ്രാപ്യമാണ്. നമ്മൾ 29-ാം സങ്കീർത്തനം നോക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ദൈവവചനത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, അഗ്നിജ്വാലയെ ചിഹ്നിക്കുന്നു, പ്രൈസ് ഗോഡ്, ഖാദേശ് മരുവിനെ നടുക്കുന്നു. അതെല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും അവസാനം എഴുതിയിട്ടുണ്ട്, യഹോവയുടെ ശബ്ദം. സ്തോത്രം. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അവനെ അനുഗ്രഹിക്കും. ഞാൻ പറയുന്ന വാക്യം മാത്രം വായിച്ചാൽ മതി, ഞാൻ തന്നെ പറഞ്ഞു പോകാമെങ്കിലേ നമ്മുടെ സമയത്തിന് തീരത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഇവിടെ പറയുന്നു, അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ 2 കാര്യം ആവശ്യമാണ്. ശക്തി ആവശ്യമാണ്, സമാധാനം ആവശ്യമാണ്. ഞാൻ പറയട്ടെ, നല്ല ആരോഗ്യമുണ്ട്, എല്ലാ വിധത്തിലുമുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ സമാധാനമില്ലാത്ത അന്തരീക്ഷമാണ് നമ്മുടെ ഭവനത്തിങ്കൽ, അല്ലെങ്കിൽ നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന വിഷയങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ദൈവ പൈതലേ, അത് അനുഗ്രഹം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ഞാൻ പറയട്ടെ, ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും എല്ലാം നല്ല സമാധാനം നീ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ശരീരക്ലേശം അനുഭവിച്ച് നീ കട്ടിലേ കിടപ്പാണെങ്കിൽ ദൈവ പൈതലേ, അത് അനുഗ്രഹം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം തുടക്കത്തിലെ പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ശക്തി നമ്മുടെ ആരോഗ്യത്തിന്റെ ഹല്ലേലൂയ ബലഹീനതകളെ, ഹല്ലേലൂയ നമ്മുടെ സകല ബലഹീനതകളെയും ചുമക്കുന്ന പിതാവാകുന്ന ദൈവം, പുത്രനായ യേശു ക്രിസ്തു നമുക്ക് തന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ ആ വലിയ ശക്തി ഉണ്ടല്ലോ. സകലത്തെയും കവർ ചെയ്ത് ദൈവദാസി നിന്നെ എഴുന്നേൽപ്പിക്കും. നിന്റെ ഭവനത്തിൽ നിന്നെ നിലനിർത്തും. നിന്റെ ഭവനത്തിൽ എന്തെല്ലാം വിഷയങ്ങള് അസമാധാനം ഉണ്ടാക്കുന്നത് കടന്നു വന്നാലും, പ്രൈസ് ഗോഡ്, ഒരു സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്നൊരു ദൈവസമാധാനം അനുഭവിപ്പാൻ നമുക്കിടയാകും. ഇത് രണ്ടുമുള്ളപ്പോൾ നമുക്കതൊരു അനുഗ്രഹം അല്ലേ? ശക്തിയുമുണ്ട്, സമാധാനവുമുണ്ട്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. സങ്കീർത്തനക്കാരൻ അവസാനിപ്പിക്കുന്നത് അങ്ങനെ. അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങൾ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും സഹോദരിമാരോടുള്ള ബന്ധത്തിൽ ഞാൻ അതിൻ്റെ 9-ാമത്തെ വാക്യം മാത്രം എടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. യഹോവയുടെ ശബ്ദം വനങ്ങളെ തോലുരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഹല്ലേലൂയ. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. സഹോദരിമാരെ, ഏറ്റവും ബലഹീനമായൊരു ജീവിയാണ് മാൻപേട. പ്രൈസ് ഗോഡ്. അതിന് സ്വസ്ഥമായി ഒന്നും ഉരുവാക്കാൻ, ഉളവാക്കുവാൻ, ജനിപ്പിക്കുവാൻ, അതിനൊന്ന് പ്രസവിക്കുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാ? ആ ഒരു ശബ്ദം കൊണ്ട് ഹല്ലേലൂയ അനേക ഹിംസ്ര ജീവികൾ നിറഞ്ഞ കാട്ടിൽ അതിന് സ്വസ്ഥമായിട്ടൊന്ന് പ്രസവിക്കാൻ കൂടെ പറ്റത്തില്ല. എന്നാൽ യോബിന്റെ പുസ്തകം 39-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മാൻപേടയുടെ ഈറ്റുനോവ് നീ കാണുന്നുവോ? അവയ്ക്ക് ഗർഭം തികയുന്ന മാസം നിനക്ക് കണക്ക് കൂട്ടാൻ പറ്റുമോ? ഹല്ലേലൂയ. അവയുടെ പ്രസവകാലം നിനക്കറിയാമോ? അവ കുനിഞ്ഞ് പ്രസവിക്കുകയും ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ബലഹീനമായ ഒരു മാൻപേടയെ ഹല്ലേലൂയ ക്ഷണത്തിൽ 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 ചിലത് ഉരുവാക്കുവാൻ, ചില പുതിയതിനെ ജനിപ്പിക്കുവാൻ, ഹല്ലേലൂയ ചില പുതിയത് ചെയ്തെടുപ്പാൻ. പഴയ വർഷം കഴിഞ്ഞു പോകുക ദൈവപൈതലേ, പുതിയ വർഷം ആരംഭിക്കുക. ചിലത് പുതുതായി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഉളവായി വരുവാൻ നീ ബലഹീനയാ, സമ്മതിച്ചു. നിനക്ക് സ്വസ്ഥതയില്ല, നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഹിംസ്ര ജന്തുക്കൾ പോലെ നിന്നെ ചുറ്റുമുണ്ടെങ്കിലും ഓ ആത്മാവിൽ ഹല്ലേലൂയ ചിലതൊന്ന് ജനിപ്പിക്കുവാൻ, ഓ ചില പുതിയ ആത്മാക്കളെ ജനിപ്പിപ്പാൻ, ചില പുതിയ ശുശ്രൂഷകളെ ഏറ്റെടുപ്പാൻ, ദൈവത്തിന് വേണ്ടി ഒന്ന് ശോഭിച്ചു നിൽപ്പാൻ നിനക്ക് കഴിയുമോ?
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവ ശബ്ദത്തിന് കഴിയും കേട്ടോ, ദൈവവചനത്തിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ. ദൈവവചനത്തെ ഒന്ന് ചേർത്ത് പിടിച്ചേ, ദൈവവചനത്തെ ഒന്ന് പഠിക്കുവാൻ ധ്യാനിക്കുവാൻ ഒന്ന് ആരംഭിച്ചേ. പ്രൈസ് ഗോഡ്. നമ്മൾ ആളുമാറിയവരെ പോലെയാകും. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ലേഹിയും റാഹേലും അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. പൊളിക്കുകയും ചെയ്യും. ഭോഷത്വമുള്ളവളോ തൻ്റെ കൈകളാൽ അതിനെ പൊളിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവവചനം പണിയുന്നതാ. പ്രൈസ് ഗോഡ്. ഒരു പണിക്ക് വേണ്ടി കർത്താവേ, ഇന്ന് പകൽക്കാലത്തെ ഈ വർഷത്തിൻ്റെ അവസാന സമയത്ത് ലഭിച്ച ഈ സെമിനാറിൽ കൂടെ എൻ്റെ ജീവിതത്തിൽ ചിലതൊന്ന് പണിതെടുക്കണമേ എന്ന് പറഞ്ഞൊന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തേ. അപ്പം 9-ാം വാക്യത്തിന് താഴെ ഞാൻ വേറൊരു വാക്യം കൂടെ വായിച്ചല്ലോ. എന്തുവാ? യഹോവയുടെ ശബ്ദം വനങ്ങളെ തോലുരിക്കുന്നു. എന്തു മനസ്സിലായി? ഒരു വൃക്ഷത്തിൻ്റെ തോല് മുഴുവൻ ഒരിഞ്ഞു കളഞ്ഞാൽ എന്തു പറ്റും? അത് ഉണങ്ങും അല്ലേ? അത് ഉണങ്ങിയാൽ എന്തു പറ്റും? അത് താഴെ വീഴും അല്ലേ? ഉണങ്ങിപ്പോയ വൃക്ഷം താഴെ വീഴും. പറയട്ടെ, നമ്മെ ദൈവം കണ്ടിരിക്കുന്നത് 52-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ആലയത്തിലെ ഒലിവ് വൃക്ഷമായിട്ടാ എന്നെയും നിങ്ങളെയും കണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. 61-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീതി വൃക്ഷമായിട്ടാ. കുഞ്ഞേ, നിന്നെ ആലയത്തിന്റെ നടുതലയായിട്ട് ദൈവം കണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ചില പടുവൃക്ഷങ്ങളുണ്ടല്ലോ, ചില കാട്ടുവൃക്ഷങ്ങളുണ്ടല്ലോ, നിന്റെ കൂടെ കിളിർത്തു വന്ന് നിന്നെ ഇപ്പോൾ അലട്ടുന്ന വിഷയമുണ്ടല്ലോ, നിന്നെ ഇപ്പോൾ ഭാരപ്പെടുന്ന വിഷയമുണ്ടല്ലോ, നിന്നെ മുന്നോട്ട് വിടാതെ മതില് പോലെ കിളിർത്തു വരുന്ന ചില വൃക്ഷങ്ങളുടെ തോല്, പ്രൈസ് ഗോഡ്, ചില വൃക്ഷങ്ങളുടെ തോല് ദൈവം ഇന്ന് പകൽക്കാലം ഉരിയുക. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം ചില പടുവൃക്ഷങ്ങളെ, ചില കാട്ടുവൃക്ഷങ്ങളെ ആത്മീയമായിട്ട് നമുക്ക് മുന്നേറുവാൻ കഴിയാതെ വണ്ണം നമ്മെ ക്ഷീണിപ്പിച്ച്, നമ്മെ തളർത്തി, മുന്നോട്ട് കാലെടുത്ത് വെക്കുവാൻ കഴിയാതെ വണ്ണം നിരാശയിട്ടുകൊണ്ട് ദീർഘശ്വാസം എപ്പോഴും വിട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുക. കുഞ്ഞേ, നിന്റെ ദീർഘശ്വാസം, ഹല്ലേലൂയ. യോബ് ഒരിക്കൽ പറഞ്ഞു, പ്രൈസ് ഗോഡ്, എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യമാ. ഹല്ലേലൂയ. എൻ്റെ ഉടപ്പിറന്നോൾക്ക് അത് അറപ്പാ എൻ്റെ ശ്വാസം. എന്നാൽ നിന്റെ ദീർഘശ്വാസം കണ്ട്, ഹല്ലേലൂയ കുഞ്ഞേ, നിന്റെ ദീർഘശ്വാസം കണ്ട്, പ്രൈസ് ഗോഡ്, നിന്റെ കണ്ണുനീര് കണ്ട് കടന്നു പോകുന്നവനല്ല യേശു കർത്താവ് കേട്ടോ. അവൻ അവിടെ നിൽക്കും, അവൻ കാര്യം ചോദിക്കും. ബർത്തലോമായുടെ കരച്ചിൽ കേട്ട്, നിലവിളി കേട്ട് നിന്ന ദൈവമുണ്ടല്ലോ, നിനക്ക് വിടുതൽ തരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ എബ്രായ ലേഖനത്തിൽ നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പ് വചനത്തെക്കുറിച്ച് ഒരു വാക്യം എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇപ്പം കാണാതെ പറയാമെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ കാണാതെ പറയും. ഏതാ? 4:12. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതായി ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെ കഴിഞ്ഞും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. വചനത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനത്തിലെ വാക്യമാണ് നമ്മുടെ കുറിവാക്യം. എബ്രായ ലേഖനത്തിൽ പിന്നെയും ഒത്തിരി കാര്യങ്ങൾ വചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിവരിക്കാൻ നേരമില്ല, നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. എന്നാൽ 1-2 കാര്യം തൊട്ട് പറയാം. 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഡ്രിഫ്റ്റ് അവേ ഫ്രം ദ വേർഡ്. വചനത്തിൽ നിന്ന് വഴുതി മാറിപ്പോകരുത്, തെന്നി മാറിപ്പോകരുത്. 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കേട്ടത് ഹല്ലേലൂയ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. എന്തുകൊണ്ടാ? വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. കേൾക്കുന്ന വചനം നമ്മളെ ബലപ്പെടുത്തുകയും നമ്മളെ പണിയുകയും നമ്മെ വളർത്തുകയും ചെയ്യുമെന്ന് ദുഷ്ടപിശാചിന് അറിയാവുന്നതുകൊണ്ട് എന്ത് പറ്റുമെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ആ വചനത്തെ ഒഴുക്കിക്കളയും, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒഴുകി മാറിപ്പോവും. അങ്ങനെ ആരുത് കേട്ടോ. പ്രൈസ് ഗോഡ്. 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവിശ്വാസമുള്ള ഹൃദയം നമുക്കുണ്ടാകരുത്. ഡൗട്ടിങ് ദ വേർഡ്, വചനത്തെ നമ്മൾ സംശയിക്കുക. ഒന്ന്, ഡ്രിഫ്റ്റിംഗ് അവേ ഫ്രം ദ വേർഡ്, വചനത്തിൽ നിന്ന് നാം ഒഴുകിപ്പോവുക. 2-ാമത് ഡൗട്ടിംഗ് ദ വേർഡ്, വചനത്തെ നാം ഹല്ലേലൂയ സംശയിക്കുക. 3-ാമത് 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഡൾനെസ് ഇൻ ഹിയറിംഗ് ദ വേർഡ്, അതായത് ഒരു മാന്യം,
ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര പേർ ഈ വചനത്തോട് ചേർന്ന് യോജിച്ച് ഹല്ലേലൂയ ഒരു വിടുതലിലേക്ക് നടത്തപ്പെടുവാൻ തക്കവണ്ണം വചനത്തോട് ചേർന്നിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ഹല്ലേലൂയ. കേൾപ്പാൻ മാന്യമുള്ളവരാകരുതേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം ഈ ഡ്രിഫ്റ്റ് ചെയ്യുന്നതും ഡൗട്ട് ചെയ്യുന്നതും ഹല്ലേലൂയ ഡള്ളായിട്ടിരിക്കുന്നതും ഒന്നും നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടയായത്. ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത നാട്ടിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചു. അടിമത്തത്തിൽ നിന്ന്. അവരുടെ ദേശം എന്തായിരുന്നു? മിസ്രൈം ദേശം. അതെന്ത് ദേശമായിരുന്നു? അടിമത്തത്തിൻ്റെ ദേശം. അവർക്ക് ദൈവം എന്തു കൊടുത്തിരുന്നു? വാഗ്ദത്തങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രോമിസസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ദേശം അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ലൊരു ദേശം ദൈവം ഒരുക്കിയിട്ടില്ലേ? അതിലേക്കുള്ള യാത്രാ മധ്യയല്ലേ നമ്മൾ? പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ എന്തായിരുന്നു? ഇതിൻ്റെ മദ്യം നിറച്ച് ഹല്ലേലൂയ. ഇതിൻ്റെ മധ്യത്തിൽ മുഴുവൻ പ്രോബ്ലംസ് ആയിരുന്നു അല്ലേ? ഹല്ലേലൂയ. മിസ്രൈമിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ചു. ശരി തന്നെ. എന്നാൽ വാഗ്ദത്ത നാട്ടിലെത്തുന്നത് വരെയും അവർക്ക് ഹല്ലേലൂയ അനേക കഷ്ടതയിൽ കൂടി കടക്കേണ്ടി വന്നു. ആ മരുഭൂയാത്ര മുഴുവൻ ഹല്ലേലൂയ. ഒരു പാട്ടുണ്ടല്ലോ, മരുഭൂയാത്രയാതി കഠിനം പ്രതി സ്തംഭ രാത്രിയാഗ്നി തുണ എന്നെ അനുദിനം വഴി നടത്തും. മേഘസ്തംഭ രാത്രിയാഗ്നി തുണ എന്നെ അനുദിന വഴി നാട്. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. അനുദിനം വഴി നടത്തും കുഞ്ഞേ. ഓരോ ദിവസവും ഹല്ലേലൂയ ഈ വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിക്കുന്നത് വരെയും അവൻ നമ്മെ വഴി നടത്തും. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ അനേക വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ലേ? വചനം വായിച്ചപ്പോൾ ദൈവാത്മാവ് നമ്മോട് ഇടപെട്ടിട്ടുണ്ട്. കർത്തദാസന്മാരിൽ കൂടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ അതിൻ്റെ പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വണ്ണം കുഞ്ഞേ നീ ഭാരപ്പെട്ടു പോകരുത് കേട്ടോ. ഇന്നത്തെ സങ്കീർത്തനത്തിൽ നാം വായിച്ചില്ലേ, യഹോവ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. ഇംഗ്ലീഷിൽ സ്ഥാപിതമായി എന്നുള്ളതിന് എസ്റ്റാബ്ലിഷ്ഡ് എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. FSCT ഓരോ വലിയ കമ്പനിയുടെയൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി അറിയാം. എത്രയോ വർഷം മുമ്പ് അതിനെ സ്ഥാപിച്ചതാ. ദൈവം നിന്നോടും എന്നോടും പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമ്മുടെ തലമുറകൾ ഓരോരുത്തരെയും ചൊല്ലി ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ടല്ലോ, ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. അത് യഹോവ പൂർത്തീകരിക്കും. അവൻ എന്തരുളി ചെയ്തോ അതങ്ങനെ സംഭവിക്കും. അവൻ എന്ത് കൽപ്പിച്ചോ അത് സ്ഥാപിതമാക്കും. പ്രൈസ് ഗോഡ്. ഈ വചനങ്ങളൊക്കെ എടുത്തു വെച്ച് വേണം പ്രാർത്ഥിക്കാൻ. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മൾ പലപ്പോഴും നമേ എന്നുള്ള കാര്യത്തിൽ നമ്മുടെ പ്രാർത്ഥന നിന്നു പോകും. എന്നാൽ ഹല്ലേലൂയ ഈ നാളുകളിലെ ദൈവത്തിൻ്റെ വചനം ഉച്ചരിച്ച് ആ വചനം നമ്മൾ കൺഫസ് ചെയ്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയാകണം. മൈൽസ് മൺറോ എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് പ്രീച്ചർ ഉണ്ടായിരുന്നു. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. താൻ ഹല്ലേലൂയ ഇങ്ങനെ പറയും, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് എന്തു പറഞ്ഞിരിക്കുന്നുവോ നമ്മളത് തിരിച്ച് ദൈവത്തോട് പറയുക. ഹല്ലേലൂയ. What God has already told us, you just tell back to God. ഹല്ലേലൂയ. ദൈവത്തോട് പറയണം, കർത്താവേ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് നീ ഇങ്ങനെ അരുളി ചെയ്തിട്ടില്ലേ? ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞിനെ കുറിച്ച് നീ ഇങ്ങനെ കർത്താവേ കൽപ്പിച്ചിട്ടില്ലേ? എന്തുകൊണ്ട് ഇത് സാധ്യമാകുന്നില്ല? വചനം ദൈവത്തെ ഓർപ്പിക്കണം. ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ദൈവം ഓർപ്പിക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ മടങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് നടത്തുന്നത് പോലെ ഞാൻ അങ്ങ് പോയതാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗം എന്താ പറയുന്നത്? വിശ്വാസത്തിന്റെ നായകനും യേശുവിനെ നോക്കുക. വായിച്ചോ. അല്ലേ? സന്തോഷമോർത്ത് ഒന്നാമത്തെ കാര്യം ഓർക്കണം. ഒന്നാമത്തെ കാര്യം നോക്കണം. രണ്ടാമത്തെ കാര്യം ഓർക്കണം. മൂന്നാമത്തെ കാര്യം അലക്ഷ്യമാക്കണം. നാലാമത്തെ കാര്യം ഹല്ലേലൂയ സഹിക്കണം.
അതിനുശേഷം പറയുക, കൂടെ വാഴണം. ദൈവസന്നിധിയിൽ വാഴണമെങ്കിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുവാൻ തക്കവണ്ണമുള്ള യോഗ്യത നമ്മൾ പ്രാപിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ നായകൻ പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കണം. ദേവദാസിമാരെ, ക്രൂശിൻ്റെ ചുവട്ടിലിരിപ്പാൻ നമുക്ക് കഴിയണം. ക്രൂശിൻ്റെ ചുവട്ടിലിരിപ്പാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അവനെ നമ്മൾ നോക്കണം. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓർക്കണം. ഹല്ലേലൂയ. എന്താ ഓർക്കേണ്ടത്? നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം. ഹല്ലേലൂയ. നിന്ന പഴി ദുഷി ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേന്ന് എന്തർത്ഥം മനസ്സിലാക്കിയാ നാം പാടുന്നത്? ഹല്ലേലൂയ. ജീവിതത്തിൽ നിന്ന് വരുമ്പോൾ, ജീവിതത്തിൽ പഴി വരുമ്പോൾ, ജീവിതത്തിൽ ദുഷി വരുമ്പോൾ, ദൈവദാസി, ഹല്ലേലൂയ, നീ വിചാരിക്കാത്ത വിഷയങ്ങളിൽ നീ വേദന അനുഭവിക്കേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഒരു സന്തോഷം നമുക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ ഒരു സന്തോഷം വെച്ചിട്ടുണ്ട്. ഈ പ്രാണനാഥന്റെ അടുക്കൽ ഞാൻ ചെല്ലും, അവൻ എന്നെ മാറോട് ചേർക്കും. ഹല്ലേലൂയ. അവൻ നമ്മളെ വാരി പുണരും കേട്ടോ. ഈ കഷ്ടങ്ങളൊക്കെ തീർന്നു പോകും. തൊഴി നേരത്തേക്കുള്ള ഞങ്ങളുടെ കഷ്ടങ്ങൾ, ഹല്ലേലൂയ, അത് ലഘുവാ, അത് അധികം നിൽക്കത്തില്ല. ആ നിത്യതയ്ക്ക് വേണ്ടിയല്ല ഇറങ്ങിയത്, അതിനു വേണ്ടിയല്ലേ സ്നാനപ്പെട്ടത്, അതിനു വേണ്ടിയല്ലേ അഭിഷേകം പ്രാപിച്ച്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, പെന്തക്കോസ്തിന്റെ ആദിമ നൂറ്റാണ്ടിലെ ആ വലിയ മൂല്യം നമ്മൾ എത്ര പേർ മുറുകെ പിടിച്ചിട്ട് ഹല്ലേലൂയ ആ സന്തോഷത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നു? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നോക്കിയാൽ മാത്രം പോരാ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യണം? അപമാനം അലക്ഷ്യമാക്കണം. പറ്റുമോ? പെന്തക്കോസ്തുകാരായ നമുക്ക് പറ്റുമോ? അപമാനം വരുമോ? പ്രൈസ് ഗോഡ്. അതിനെ ഒന്ന് അലക്ഷ്യമാക്കുവാൻ കഴിയുന്നുണ്ടോ? എന്നെ കൊത്തിയ ഞാനും കൊത്തും. എൻ്റെ നേരെ ഇച്ചിരി പൊടിയൊന്ന് വാരി ഇട്ട് നോക്കണം, അപ്പം അറിയാം. ഹല്ലേലൂയ. ഈ നാളുകളിൽ ഒരു വലിയൊരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വരണം. ഈ കർത്താവിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ഒരു വ്യത്യാസം വരണം. മറ്റുള്ളവർ ആ വ്യത്യാസം മനസ്സിലാക്കണം. ഹല്ലേലൂയ. നല്ല സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ അലക്ഷ്യമാക്കിയേ പറ്റുള്ളൂ. എന്നിട്ടെന്താ പറയുന്നത്? ക്രൂശിനെ സഹിക്കണം. അയ്യോ, സഹിക്കുന്ന കാര്യം ഏറ്റവും വലിയ വിഷയം അല്ലേ? ക്രൂശിനെ സഹിക്കണം. ഞാൻ അവിടെ നിൽക്കുന്നില്ല, ഞാൻ മുന്നോട്ട് പോട്ടെ. എന്നിട്ട് ഇരിക്കണം. ഈ 5 കാര്യം സാധിച്ചെങ്കിൽ മാത്രമേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കൂടെ വാഴാൻ പറ്റത്തുള്ളൂ. യേശുവിനോട് കൂടെ നിത്യതയിൽ യുഗായുഗം നമുക്ക് വാഴണമെങ്കിൽ ഈ കാര്യങ്ങളിൽ കൂടിയൊക്കെ നാം പോയേ പറ്റൂ. ഹല്ലേലൂയ. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, തീർച്ചയായിട്ടും അവൻ നമ്മെ മാനപാത്രമാക്കി മാറ്റും. ഞാൻ തൊട്ടുപോകുന്നതേ ഉള്ളൂ കുശവൻ്റെ. ഹല്ലേലൂയ. യെരമ്യാവ് 18 ഹല്ലേലൂയ. ആ കുശവൻ്റെ ഉദാഹരണം നിങ്ങൾക്കെല്ലാം അറിയാം. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മൾ എവിടെ കടന്നിരുന്നു എന്ന്. വെളിം പ്രദേശത്ത് കടന്നിരുന്ന നമ്മളെ ആ കുശവൻ ചെളി കൊണ്ടുവരുന്നത് പോലെ തെരഞ്ഞെടുത്ത് വാരിക്കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതിനകത്തുള്ള കല്ലും കട്ടയും കമ്പും ഇലയും എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പെറുക്കി കളഞ്ഞു. ഇല്ലേ ദൈവ പൈതലേ, ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. നിന്റെ കുടുംബത്തിൽ നിന്ന് എന്തെല്ലാം അവൻ പെറുക്കി കളഞ്ഞു. അതുകൊണ്ടല്ലേ ഇന്ന് മാനമായിട്ട് ഹല്ലേലൂയ ഇന്ന് സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. പെറുക്കി കളഞ്ഞിട്ട് ആ ചെളിയെ എന്തോടുത്തു? പ്രൈസ് ഗോഡ്. താൻ തൻ്റെ കൈകളിൽ വെച്ച് ചക്രത്തിന്മേൽ വെച്ച് കറക്കി. അപ്പോഴും പിശാച് പറയും, കിടന്ന് കറങ്ങിക്കോ. പ്രൈസ് ഗോഡ്. വിട്ടു പോന്നതല്ലേ? ഹല്ലേലൂയ. വിട്ടു പോന്നാനെ ഓർത്ത് ഹല്ലേലൂയ വിചാരിച്ചാൽ ഇടമില്ല കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രൈസ് ഗോഡ്. മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർക്കണം. ഈ കുശവൻ കറക്കുമ്പോൾ മനസ്സിലാക്കിക്കണം, അനുഗ്രഹത്തിന്റെ കറക്കമാത്. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ, ദൈവപൈതലേ, നീ കിടന്ന് കറങ്ങുവാണെങ്കിൽ, നീ കിടന്ന് കുഴയുവാണെങ്കിൽ അത് അനുഗ്രഹത്തിന്റെ കുഴച്ചിലാ. നീ കുശവന്റെ കയ്യിലാ. അവൻ നിന്നെ മെനഞ്ഞുകൊണ്ടാ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നീ ചക്രത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിലും അവന്റെ 2 കരങ്ങളും കൊണ്ട് അവൻ നിന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ.
ഓ ദൈവീയ സ്പർശനം അനുഭവിക്കുന്ന എത്ര പേരിവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രണ്ട് കരം കൊണ്ട് അവൻ നിന്നെ പിടിച്ചിരിക്കുക കേട്ടോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ നിനക്ക് ഷേപ്പ് വരുത്തും. ഹല്ലേലൂയ. പിന്നെ നിന്നെ വെയിലത്ത് വെക്കും. അപ്പം പറയും ഇതെന്തൊരു ചൂടാ. പ്രൈസ് ഗോഡ്. എന്നാൽ അതിലും വലുത് വരുന്നേ ഉള്ളൂ. ഇരുട്ടുമുറി കൊണ്ടുവെക്കും. അവിടുന്ന് പിന്നെ എടുത്ത് പ്രൈസ് ഗോഡ് ചൂളയിൽ വെച്ച് കഴിയുമ്പോൾ അവസാനം അതൊരു മാനപാത്രമായി വരുമ്പോൾ ഓർക്കണമേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദേവദാസന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ ഏതെല്ലോ അനുഭവങ്ങളിൽ കൂടെ അവരൊക്കെ കടന്നു പോയിട്ടുണ്ടെന്ന്. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഓർക്കും, ഞങ്ങളൊക്കെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ വലിയ പ്രാസംഗികയൊന്നുമല്ല കേട്ടോ, അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലെന്ന്. പലപ്പോഴും ജീവിതത്തിലെ പ്രശ്നങ്ങളെ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ചവിട്ടി പിടിച്ചുകൊണ്ട് നിന്നാണ് ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്നത് ഓർത്തുകൊള്ളണം. എന്നാൽ ദൈവത്തിന് വേണ്ടി ഒന്ന് നിന്നു കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ഒരു വാക്ക് സംസാരിപ്പാൻ ഒരവസരം കിട്ടിയാൽ ഒന്ന് സംസാരിക്കുവാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ നിന്നെ മാനിക്കും കേട്ടോ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ജ്യോതിസ് പോലെ പ്രകാശിക്കുവാൻ തക്കോണം 2015 ഈ നിലമ്പൂർ പ്രദേശത്തുള്ള സഹോദരിമാരെ ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രൈസ് ഗോഡ് കർത്തദാസി സംസാരിച്ചപ്പോൾ അബ്രഹാമിനെ കുറിച്ച് പറയുവാൻ തക്കോണമിടയായി. യേശു കർത്താവ് വിശ്വാസത്തിൻ്റെ നായകനാ. എന്നാൽ അബ്രഹാമിനൊരു പേരുണ്ട്. എന്തുവാ? വിശ്വാസികളുടെ പിതാവ്. 15-ാം അധ്യായത്തിൻ്റെ ഉൽപ്പത്തി 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. ദേവദാസന്മാരെ മനസ്സിലാക്കണം, വല്ലാത്തൊരു കാലഘട്ടത്തിലേക്കാ ഹല്ലേലൂയ നമ്മുടെ നാട് പോകുന്നത്. ലോകം മുഴുവൻ പോകുന്നത് വല്ലാത്ത ഒരവസ്ഥകളിലേക്കാണ്. ഈ വിശ്വാസത്തിൻ്റെ നായകനെ നോക്കി അവനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ നമുക്കൊരു ജയ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് നമ്മൾ അബ്രഹാമിനെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം നമ്മൾ അവിടെ ഒക്കെ സൃഷ്ടിപ്പിനെ കുറിച്ച് കാണുന്നു. 3-ാം അധ്യായം വന്നപ്പോൾ ഹല്ലേലൂയ നമ്മൾ അനുസരണക്കേടിനെ കുറിച്ച് കാണുന്നു. 4-ാം അധ്യായം വന്നപ്പോൾ കുലപാതകത്തെക്കുറിച്ച് കാണുന്നു. 35-ാം അധ്യായം വന്നപ്പോൾ നമ്മൾ വംശാവലി കാണുന്നു. 6-ഉം 7-ഉം 8-ഉം അധ്യായം വന്നപ്പോൾ ദേശം ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ നാം പോകരുത്. കേരള ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഹല്ലേലൂയ ഒരു ഇത് മൊബൈലിൽ കൂടെ എൻ്റെ ഹസ്ബൻഡ് ന്യൂസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ പലതും കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സഹോദരിമാരുടെ മീറ്റിംഗ് ആണല്ലോ ഇത്. അനേക പെൺകുട്ടികളെയാണ് പ്രൈസ് ഗോഡ് ഈ നാളുകളിൽ സാത്താൻ വലിച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾ അറിയത്തില്ല. പെന്തക്കോസ്ത് കുഞ്ഞുങ്ങളെ തന്നെ. ഹല്ലേലൂയ. ദേവദാസിമാരെ ഓർക്കണമേ. ഹല്ലേലൂയ. അങ്ങനെ ദേശം ദുഷ്ടത കൊണ്ട് നിറഞ്ഞ ആ ഒരു കാലഘട്ടം പോലെയുള്ളൊരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്കറിയാം. അതിനുശേഷം 11-ാം അധ്യായമൊക്കെ വരുമ്പോൾ 9-ാം അധ്യായമൊക്കെ വരുമ്പോൾ നമുക്കറിയാം പാപം അങ്ങോട്ട് വലുതായി വലുതായി. ഹല്ലേലൂയ. ഞാൻ വിവരിക്കുന്നില്ല. വസ്ത്രം മാറിക്കടന്ന് നഗ്നത പ്രദർശിപ്പിച്ച് പാപത്തിൻ്റെ സന്തതികളെ ഉളവാക്കുന്ന വിഷയങ്ങളെല്ലാം ബൈബിളിലുണ്ട്, നമുക്കറിയാം. എന്നാൽ ഞാൻ പറയട്ടെ, അഹങ്കാരം മനുഷ്യൻ്റെ കൂടിയിട്ട് ഒരു പേരുണ്ടാക്കണം. ഒരു പേര്. ഹല്ലേലൂയ. ഒരു പേര്. പ്രൈസ് ഗോഡ്. മറ്റുള്ളവർ കാണണം. ആകാശം മുട്ടയുള്ള പണി ഒന്നുമില്ല ദേവദാസിമാരെ, ഒന്നുമില്ല. കർത്താവ് ഇന്ന് നമുക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നന്ദിയോടെ നന്ദിയോടെ ദൈവത്തിന് സ്തുതി കരേറ്റിക്കൊണ്ട് അവൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ, അവനെക്കുറിച്ച് മറ്റുള്ളവരോടൊന്ന് പറവാൻ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാവിലെ വീട്ടിലെ ജോലിയൊക്കെ തീർത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇന്നോട് കത്തുദാസി പറഞ്ഞു, ഉച്ച കഴിഞ്ഞ് ചിലരൊക്കെ തിരിച്ചു പോകും. പ്രൈസ് ഗോഡ്. പശുവൊക്കെ വീട്ടിലുണ്ട്. ശരിയാ ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ മിനിഞ്ഞാന്ന് രാത്രി ഇറങ്ങിയത്. ഞാനും ഞങ്ങളുടെ ചർച്ചിൽ എൻ്റെ ഒരു സഹോദരി മോളിയും വന്നിട്ടുണ്ട്. മിനിഞ്ഞാന്ന് രാത്രി ഇറങ്ങിയത്. മിനിഞ്ഞാന്ന് രാവിലെയാ എൻ്റെ കുഞ്ഞ് ഹല്ലേലൂയ, എൻ്റെ ഒരു മോളെ, 4 മക്കളാണ് എനിക്ക്. ഹല്ലേലൂയ. ഒരാൾ UK നിന്ന് വന്നത്. ഞാൻ അവളെ ഒന്ന് കണ്ടു, അത്ര തന്നെ.
പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, കർത്താവിന് വേണ്ടി ഹല്ലേലൂയ എന്തുമേതുമായി തീരുവാൻ. ഹല്ലേലൂയ. സഹോദരിമാരെ, ഒന്നും ചെയ്യേണ്ട. ഞാൻ ചോദിക്കാൻ വന്നത്, ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റിവിടെ വന്നില്ലേ? എത്ര അധ്യായം വായിച്ചു? ഹല്ലേലൂയ. വായിച്ചത് ഒരധ്യായമേ ഉള്ളൂ, ശരി. ആ വായിച്ചതിനകത്തെ ഒരു വാക്യമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടോ? ആ വായിച്ചതിനകത്തെ ഒരു വാക്യം കുഞ്ഞേ നിന്റെ മനസ്സിലുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഒന്നും പറയുന്നത് നിങ്ങൾ ഹല്ലേലൂയ ഗ്രഹിച്ചില്ലെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ഇന്നു മുതൽ ഒരു വചനമെങ്കിലും, ഒരധ്യായം നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ ഒരു വചനമെങ്കിലും നിങ്ങളത് ഗ്രഹസ്ഥമാക്കണം. ഹല്ലേലൂയ. നിങ്ങളത് നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ മാംസപലകമേൽ അത് എഴുതി വെക്കണം. അന്ന് പകല് കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്കൂളിൽ വെച്ച്, മക്കളെ എവിടെ ശ്രദ്ധിക്ക്, ഹല്ലേലൂയ, എവിടെ വെച്ച് ഹല്ലേലൂയ ഒരു കുഞ്ഞുങ്ങളെ കണ്ടാൽ, പ്രൈസ് ഗോഡ്, അല്ലെങ്കിൽ നമ്മളോടാണെങ്കിൽ ഒരാൾ ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ ബന്ധുക്കോസ്കാരെല്ലാം പറയും പ്രാർത്ഥിക്കാം. ഓക്കെ, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുവോ? പ്രാർത്ഥിച്ചെന്നിരിക്കും കേട്ടോ. എന്നാൽ നിന്റെ കയ്യിലൊരു വചനമുണ്ടല്ലോ, ആ വചനമൊന്ന് അവരോട് പറഞ്ഞേ. എൻ്റെ പച്ചയായ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ പലപ്പോഴും ആ വാക്യം അവരോട് പറയുമ്പോൾ ഹല്ലേലൂയ അവരെന്നോട് പറയും, യോ സിസി ആൻറ്റി, ഇത് ഞങ്ങളുടെ പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞ വാക്യമാ. അയ്യോ സിസി ആൻറ്റി, ഇത് എനിക്കുള്ളൊരു ദൂതാ. അയ്യോ സിസി ആൻറ്റി, ഞാൻ ഇന്നലെ വായിച്ചതാ, ഇത് എന്നെ ഒത്തിരി സ്വാധീനിച്ച വാക്യമാ. ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, എങ്ങും പോണ്ട, ഭവനത്തിലിരുന്ന് ഹല്ലേലൂയ വചനം വായിച്ച്. എനിക്കറിയാം ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന മിക്കവരെ കഴിഞ്ഞ പ്രായം എനിക്കാ ഉള്ളത്. ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ നല്ല ആക്റ്റീവ് ആൻഡ് വെരി ഹല്ലേലൂയ ബ്രൈറ്റ് ബ്രെയിനാ. പഠിക്കൊരു വാക്യമെങ്കിലും, പ്രൈസ് ഗോഡ്, ഒരു നോട്ട്ബുക്കിൽ എഴുതി പഠിക്ക്. ഞാൻ ഈ നിലമ്പൂർ പ്രദേശത്ത് വന്നിട്ട് പ്രൈസ് ഗോഡ് ആരും ഒന്നും കേട്ടില്ലെങ്കിലും ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് ആ ഒരു തീരുമാനമെടുത്താൽ ഞാൻ ഇവിടെ വന്നത് ഹല്ലേലൂയ എനിക്കത് സഫലമായി. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വചനം പഠിക്ക്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു കാറ് അതിന്റെ ടയറിൽ എയർ ഇല്ലെങ്കിൽ ഒരു കൊച്ചു കല്ലേ കയറിയാൽ മതി, ഒരു കൊച്ചു കുപ്പിച്ചിലേക്ക് കയറിയാൽ മതി, അത് പഞ്ചറായിട്ട് അവിടെ കിടക്കും. നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകാതിരിക്കുവാൻ, നിന്റെ ജീവിതത്തിൽ നീ ഇരിപ്പായി പോകാതിരിപ്പാൻ, നിന്റെ ജീവിതത്തിൽ നീ തളർന്നു പോകാതിരിപ്പാൻ, ദൈവദാസിമാരെ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം നീ ഉള്ളിലേക്ക് കയറ്റ്. ഹല്ലേലൂയ. വചനത്തിന്റെ ഒരു നിറവ് നിന്നിൽ ഉണ്ടാകട്ടെ. വചനത്തിന്റെ നിറവ് വന്നാലുണ്ടല്ലോ സാക്ഷ്യത്തിന്റെ നിറവുണ്ടാകും. സാക്ഷ്യത്തിന്റെ നിറവ് വന്നാലുണ്ടല്ലോ കൃപയുടെ നിറവുണ്ടാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അബ്രഹാമിലേക്ക് മടങ്ങി വന്ന് ഇടയ്ക്ക് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ട ദൂതായതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ 10, 11, 12 അധ്യായം ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോഴാണ് 12-ാം അധ്യായം വരുന്നത്. 12-ാം അധ്യായം വന്നപ്പോൾ പ്രൈസ് ഗോഡ് അബ്രഹാമിനെ ദൈവം വിളിക്കുക. കർത്തദാസ്യ വാക്യം വായിച്ചു. വിളിച്ചപ്പോൾ എവിടേക്ക് പോകുന്നു എന്നറിയാതെ അബ്രഹാം യാത്ര പുറപ്പെട്ടു. ഞാൻ ഒരു തൊട്ടുപോകത്തേ ഉള്ളൂ, നിങ്ങളത് ധ്യാനിച്ചാൽ മതി. അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ ഒരു 10-12 പ്രത്യേകത ഞാൻ പറയാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, പ്രിയ സഹോദരിമാരെ, എൻ്റെ കൂടാരം അങ്ങനെയാണോ എന്ന് ഇന്നൊന്ന് ശോധന ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു ക്രമീകരണം ചെയ്യുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ മാനിക്കും കേട്ടോ. ഹല്ലേലൂയ. അബ്രഹാം ആരാന്നാ ഞാൻ പറഞ്ഞത്? അബ്രഹാം വിശ്വാസികളുടെ പിതാവ്. പ്രൈസ് ഗോഡ്. ആഫ്രിക്കൻ ഇംപാല എന്ന് പറഞ്ഞ ഒരു കലമാനുണ്ട്. എന്താണെന്നറിയത്തില്ല. ആദ്യം പേടമാൻ വന്നു. ഹല്ലേലൂയ. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. ഇപ്പം ഞാൻ ആഫ്രിക്കൻ ഇംപാല എന്നാണ് അതിന് പറയുന്നത്. ഇംപാല കാർ പോലെ പണ്ടത്തെ കാറാണ്, വലിയ സ്പീഡുള്ള കാറായിരുന്നു ഇംപാല കാറ്. ഇത് ഹല്ലേലൂയ സൗത്ത് ഈസ്റ്റ് ആഫ്രിക്കയിൽ, അതായത് തെക്ക് കിഴക്കൻ ഭാഗത്ത് ആഫ്രിക്കയിൽ കാണുന്ന മെലിഞ്ഞ കാലുള്ള ഹല്ലേലൂയ ഒരു കലമാന. ഹല്ലേലൂയ. ഇതിൻ്റെ സ്പീഡ് പ്രൈസ് ഗോഡ് എത്രയാണെന്നറിയാമോ? ഈ കലമാന് 10 അടി ഉയരം വരെ ചാടും. ഞാൻ 5'7" എൻ്റെ പൊക്കം. ഹല്ലേലൂയ. 6 പോലും ഇല്ല. അപ്പം 10 അടി ഉയരം ചാടുമെന്ന് പറയുമ്പോൾ ഈ ആഫ്രിക്കൻ ഇംപാല ചാടുന്നത് എത്ര ഉയരത്തിലല്ലേ? ഉയരത്തിൽ ചാടിയ അത് 30 അടി ദൂരമുള്ള സ്ഥലത്ത് എന്നേ നിൽക്കത്തുള്ളൂ. 30 അടി ദൂരത്താണ് പോയി അത് നിൽക്കുന്നത്. ഈ ആഫ്രിക്കൻ ഇംപാലയെ അവിടെ എല്ലാം സൂവിലൊക്കെ പുറം രാജ്യങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നത് 3 അടി പൊക്കമുള്ള ഒരു മതിൽക്കെട്ടിനകത്താണ്.
എന്തുകൊണ്ടാ? പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടാ? ഈ ആഫ്രിക്കൻ ഇംപാലയ്ക്ക് അത് ചാടുമ്പോൾ അത് ചെന്ന് നിൽക്കാനുള്ള സ്ഥലം അത് കണ്ടെങ്കിൽ മാത്രമേ അതെടുത്ത് ചാടത്തുള്ളൂ. മനസ്സിലായോ? ഹല്ലേലൂയ. ഈ 3 അടി ഉയരത്തിൽ ഇത് കിടക്കുമ്പോൾ ഇതിന് കാണാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. 30 അടി ദൂരത്തിൽ ഇത് ചാടിയാൽ എവിടെ പോയി നിൽക്കുമെന്ന് അതിന് കാണാൻ പറ്റാത്തത് കൊണ്ട് അത് ചാടത്തില്ല. അതുകൊണ്ട് 10 അടി ഉയരം വരെ ചാടാൻ പൊക്കം, ഹല്ലേലൂയ, 10 അടി പൊക്കം ചാടുവാൻ ഇതിന് കഴിവുണ്ടെങ്കിലും ഇതിനെ 3 അടിക്കകത്ത് സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ പറയട്ടെ, വിശ്വാസം എന്ന് പറയുന്നത് നീ ആഫ്രിക്കൻ ഇംപാലയെ പോലെ ആയി പോകരുത് കേട്ടോ. നിനക്ക് എടുത്ത് ചാടുവാൻ നിന്റെ ദൈവം ഒരു കാര്യം നിന്നോട് അരുളി ചെയ്താൽ, ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് വിശ്വസിക്കുവാൻ, you just trust God and you jump from the area you are in. നീ എവിടെ ഏത് പ്രതികൂലത്തിലായിരിക്കുന്നുവോ അവിടെ നിന്നൊന്ന് എടുത്ത് ചാടുവാൻ. കുഞ്ഞേ, ഇന്ന് നിനക്ക് ദുഃഖമായിരിക്കും, എന്നാൽ ദുഃഖത്തെ സന്തോഷമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ രോഗത്തിലായിരിക്കും, എന്നാൽ സൗഖ്യം തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിനക്കൊന്ന് വിശ്വസിക്കാമോ? നിനക്ക് ദൈവത്തെ ഒന്ന് ട്രസ്റ്റ് ചെയ്യാമോ? നിനക്ക് ദൈവത്തിന് വേണ്ടി ഒന്ന് എടുത്ത് ചാടുവാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ടീ ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഈ അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടീ കുടിക്കാനായിട്ട് സമയം തരാം. ഒന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ ഒരു പ്രത്യേകത, എ പ്ലേസ് ഓഫ് ടെമ്പററി റെസിഡൻസ്. അബ്രഹാമിന് അറിയാമായിരുന്നു അവൻ താമസിക്കുന്നത് കുറച്ച് നാളത്തേക്കുള്ള ഒരു കൂടാരത്തിലാണ്. പ്രൈസ് ഗോഡ്. അവനറിയായിരുന്നു. നമുക്കറിയാമോ നാം ഒരു പരദേശിയാന്ന്? നമുക്കറിയാമോ നാം ഒരു പ്രവാസിയാന്ന്? ഹല്ലേലൂയ. അബ്രഹാമിന് അറിയാമായിരുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് അവൻ കൂടാരത്തിൽ പാർത്തത്. വായിക്കാൻ നേരമില്ല, എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിയായി നിർമ്മിച്ചല്ലേ, ദൈവം ശില്പിയായി നിർമ്മിച്ചെടുത്ത് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ താൻ പാർത്തു. അപ്പോൾ അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ പ്രത്യേകത നമ്മുടെയും അതായിരിക്കണം. കർത്താസൻ പറഞ്ഞല്ലോ, 50,000 രൂപ ശമ്പളം കിട്ടുന്ന വീട്ടിലെ സംഗതി പോലെ 30,000 രൂപ ശമ്പളം കിട്ടുന്നിടത്ത് ഹല്ലേലൂയ പറ്റാതെ വരുന്ന ഭാര്യ വഴക്കിടുന്ന കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾ കേട്ടോ? ഞാനതൊക്കെ കിട്ടും. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ടാ അങ്ങനെ ആയാൽ? എന്തോ ആ സഹോദരിയുടെ വ്യാരം. ഇത് ഹല്ലേലൂയ ടെമ്പററി റെസിഡൻസ് ഒന്നും അല്ല. അതുപോലെ അപ്പുറത്തെ പോലെ ഇപ്പുറത്തെ പോലെ എനിക്ക് ഒന്നാകണമെന്ന് ഇല്ല കുഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ പരദേശികളാ. ഞാൻ പലപ്പോഴും ഹല്ലേലൂയ സഹോദരിമാരോട് പറയും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിൽ എനിക്കിഷ്ടമുള്ള ടോപ്പിക്കാണ് അതൊക്കെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ, പ്രൈസ് ഗോഡ്, നമ്മൾ ഇന്നോ നാളെയോ പോകുമല്ലേ? പ്രൈസ് ഗോഡ്. എന്നാൽ നമ്മൾ ഹല്ലേലൂയ ബാക്കി വെച്ചേച്ച് പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർ നമ്മെ കഴിഞ്ഞും ശക്തന്മാരായി തീരുവാൻ, അവർ നമ്മെ കഴിഞ്ഞും ഹല്ലേലൂയ അതിശക്തിയോടെ വചനവുമായി നിൽക്കുന്നത് കാണുവാൻ, ഹല്ലേലൂയ, എനിക്കും എൻ്റെ ഭാവിച്ചായനും അതിനെ കഴിഞ്ഞ് വലിയൊരു ആഗ്രഹം ജീവിതത്തിലില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ പരദേശികളാ, നമ്മൾ പ്രവാസികളാ. അപ്പോൾ അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടെമ്പററി റെസിഡൻസ്, താൽക്കാലികമായിട്ട് മാത്രം താമസിക്കുന്ന ഒരു ഭവനമാണ്. രണ്ടാമത്തെ അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ്. വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും കൂടാരമാണ്. അതുകൊണ്ടാണ് 12-ാം വാക്യത്തിൽ പറഞ്ഞ, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് പോകുവാൻ വിളിക്കപ്പെട്ട ആരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ യാത്ര പുറപ്പെട്ടു. എ പ്ലേസ് ഓഫ് ടെമ്പററി റെസിഡൻസ്. രണ്ടാമത് എ പ്ലേസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹോപ്പ്. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു വീടാത്. നമ്മുടെ എങ്ങനെയാ? വിശ്വാസത്താലാണോ? പ്രൈസ് ഗോഡ്. പ്രത്യാശയാലാണോ? ഹല്ലേലൂയ. അനുസരണത്താലാണോ? പ്രൈസ് ഗോഡ്. നമ്മുടെ പ്രിയപ്പെട്ടവൻ ഹല്ലേലൂയ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ക്ഷണിച്ചു പോകുമ്പോൾ, ഇല്ല ചായ, കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. ഇല്ല ചായ, നമുക്കത് അനുസരിക്കാം. ഹല്ലേലൂയ, അത് നമുക്ക് നന്മയ്ക്കേ തീരത്തുള്ളൂ. പറയാൻ പറ്റുമോ? പെട്ടെന്ന് പറയാം. മൂന്നാമത്തേത്, ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് സെപ്പറേഷൻ. വേർപാടിൻ്റെ കൂടാരമായിരുന്നു നമ്മുടെ കൂടാരവും ഹല്ലേലൂയ അയൽവക്കത്തെ കൂടാരവും തമ്മിൽ എന്താ വ്യത്യാസം? അവർ ആ സീരിയൽ ഹല്ലേലൂയ വെക്കുന്ന ഒച്ച കഴിഞ്ഞ് കൂടുതലല്ലേ നമ്മുടെ അവിടെ ഇരിക്കുന്ന ഒച്ച. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കൂടാരം നീക്കി 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 അടിച്ചു. ഭാഗമെടുത്ത് വായിപ്പിക്കാൻ നേരമില്ല.
പ്ലേസ് ഓഫ് സെപ്പറേഷൻ. വേർപാടിൻ്റെ ഒരു ഭവനമായിരുന്നു. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് പ്രോമിസ്. വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന കൂടാരമായിരുന്നു. ദേവദാസിമാരെ, ദൈവം നമ്മളോട് തരുന്ന വാഗ്ദത്തങ്ങൾ, പ്രൈസ് ഗോഡ്, നമ്മളത് എഴുതി വെക്കണം. ഹല്ലേലൂയ. അത് കരമെടുത്ത് അതിന്മേൽ വെച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി. ഞാൻ വലിയ തിയോളജി ഒന്നുമല്ല പറയുന്നത്. ഞാനൊട്ട് തിയോളജി പഠിച്ചിട്ടുമില്ല. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് പ്രോമിസ്. അതുകൊണ്ട് 18-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ അബ്രഹാമിനോട്, അടുത്ത വർഷം ഈ സമയം ഞാൻ വരുമ്പോൾ നിനക്കൊരു മകനുണ്ടാകും. പൂർത്തിയായോ അത്? പ്രൈസ് ദി ലോർഡ്. അത് ലഭ്യമായില്ലേ? പ്രൈസ് ഗോഡ്. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് വർഷിപ്പ്. ആരാധനയുടെ കൂടാരമായിരുന്നു. എത്ര കൂടാരത്തിൽ അന്യഭാഷയിൽ ആരാധിക്കും? ചടങ്ങിനൊരു പാട്ടുപാടി നിർത്തുവാണോ? ഇല്ല ദൈവമക്കളെ, അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കേട്ട് വളർന്നണം. എ പ്ലേസ് ഓഫ് വർഷിപ്പ്. ഹല്ലേലൂയ. അത് 5-ാമത്തെയാ. 6-ാമത്തേത്, ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് ഫെലോഷിപ്പ്. ഹല്ലേലൂയ. കൂട്ടായ്മയുടെ ഒരു കൂടാരമായിരുന്നു. ഞാൻ 2-3 ദാസിമാരോട് പറഞ്ഞു, വന്നോ, ഹല്ലേലൂയ, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം. പ്രൈസ് ഗോഡ്. ഞങ്ങൾ കളക്ട് ചെയ്തോളാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഹല്ലേലൂയ. മമ്രയുടെ തോപ്പിൽ പ്രൈസ് ഗോഡ് 3 പേരെ അബ്രഹാം സൽക്കരിച്ചു. മരത്തിൻ്റെ ചുവട്ടിലാ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഭക്ഷണം കൊടുത്തത്. ആ മരത്തിൻ്റെ ചുവട് എത്ര വൃത്തിയുള്ളതായിരിക്കും അല്ലേ? സാറ അതെല്ലാം തൂത്തുവാരി അല്ലേ ഇട്ട് കാണും. ഞാനൊന്ന് വരട്ടെ, നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നൊന്ന് കയറട്ടെ ഇന്ന്. പ്രൈസ് ഗോഡ്. നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം നമ്മുടെ ഭവനത്തിന് വേണ്ടി, നമ്മുടെ ഭർത്താവിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെലവാക്കാനുള്ളതാ. പ്രൈസ് ഗോഡ്. എന്നെ അറിയാവുന്നവർ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. പ്രൈസ് ഗോഡ്. ബുദ്ധിമുട്ടുവാൻ നമുക്ക് മനസ്സ് വേണം. കൂട്ടായ്മയ്ക്ക് വലങ്കരം കൊടുക്കുവാൻ, ഹല്ലേലൂയ, വീട്ടിൽ ചേർത്ത് പിടിക്കുവാൻ ദേവദാസിമാരെ പറ്റുമോ? പറ്റണം. പ്രൈസ് ഗോഡ്. എ പ്ലേസ് ഓഫ് ഫെലോഷിപ്പ്. അടുത്തത് എ പ്ലേസ് ഓഫ് വിക്ടറി. ജയത്തിൻ്റെ കൂടാരമാ. ജയത്തിൻ്റെ കൂടാരമാ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, ഹല്ലേലൂയ, വിശ്വാസത്തിൻ്റെ നായകനെ നോക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുമ്പോൾ, ഹല്ലേലൂയ, ഈ അബ്രഹാമിൻ്റെ കൂടാരത്തിൽ കണ്ട പ്രത്യേകത വേണം. നോക്കിക്കോ, ഹല്ലേലൂയ, ഓർത്തോ എന്ന് പറഞ്ഞ് ഞാൻ പോത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തെടുക്കേണ്ടത് നാം ചെയ്തേ പറ്റൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, അത് 14-ാം അധ്യായത്തിലുണ്ട്. 5 രാജാക്കന്മാർ 4 രാജാക്കന്മാരെ അവർ യുദ്ധത്തിന് പോയപ്പോൾ അബ്രഹാം തൻ്റെ വീട്ടിൽ വസിച്ച താൻ പോറ്റി പുലർത്തിക്കൊണ്ടുവന്ന 318 അഭ്യാസികളുമായിട്ട് ലോകത്തിനെ വിടുവിക്കുവാൻ തക്കവണ്ണം പോയി. പ്രൈസ് ലോർഡ്. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് അവനെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ശാലേം രാജാവായ മൽക്കിസേദെക്ക് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ശത്രുവിനെ നിന്റെ കാൽ കീഴാക്കി തന്ന നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് വിക്ടറി. ഹല്ലേലൂയ. അടുത്തത് എ പ്ലേസ് ഓഫ് ഇന്റർസെഷൻ. എത്ര പേർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് വേണ്ടിയാ? അബ്രഹാം 50 നീതിമാന്മാരുണ്ടെങ്കിൽ 45 നീതിമാന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ അങ്ങോട്ട് വിടുക. എ പ്ലേസ് ഓഫ് ഗോഡ്സ് പവർ. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങിയ കൂടാരമാ. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ഇരുന്ന് ദൈവദാസിമാരെ എഴുതിയെടുക്കുന്നതിൽ. ദൈവമക്കളെ എഴുതിയെടുക്കണം എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഞാൻ ആദ്യം വിശ്വാസത്തിൽ വന്നത്, സാക്ഷ്യമൊത്താൽ പിന്നെ പറയാം. ഹല്ലേലൂയ. അന്ന് എൻ്റെ അമ്മയിൽ, അത് കഴിഞ്ഞ് എൻ്റെ അമ്മ വന്നതെങ്കിലും എൻ്റെ അമ്മ എഴുതിയെടുക്കുമായിരുന്നു. നമ്മൾ എഴുതിയെടുക്കണം. ഞായറാഴ്ച ഒരു പ്രസംഗം പാസ്റ്ററുടെ കേട്ടാൽ നിങ്ങൾ എഴുതിയെടുക്കുക. അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് ഏതായാലും വേദപുസ്തകം വായിച്ചിട്ടില്ലേ കിടക്കത്തുള്ളൂ. ആ ഭാഗങ്ങളൊന്നുകൂടെ വായിക്കുക. വീണ്ടും ദൈവം നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. ഇവിടെ എന്ത് പറ്റി? എ പ്ലേസ് ഓഫ് പവർ മക്കളെ. ഹല്ലേലൂയ. സാറായിക്ക് പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. എന്തുകൊണ്ടാ? വിശ്വസിച്ച കൂടാരത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. പ്രൈസ് ഗോഡ്. 10-ാമത്തേതും കൂടെ പറഞ്ഞ് നിർത്തുക. എ പ്ലേസ് ഓഫ് ഫുൾഫിൽമെന്റ്. ഹല്ലേലൂയ. വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെട്ട ഒരു കൂടാരമാ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേവദാസന്മാർ, എന്തൊക്കെ വാഗ്ദത്തങ്ങളുണ്ട്, നിവർത്തീകരിക്കപ്പെടണ്ടേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1-2 വരെ വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു.
ഹല്ലേലൂയ, വിശ്വാസത്തിൻ്റെ നായകനെ നോക്കി, ഹല്ലേലൂയ, ക്രൂശെ നോക്കി യാത്ര ചെയ്യുവാൻ നാം ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, പ്രൈസ് ഗോഡ്, നമ്മൾ വസിക്കുന്ന നമ്മുടെ കൂടാരത്തിന് ഈ ഗുണഗണങ്ങളൊക്കെ കാണണം, ഈ വിശിഷ്ട സ്വഭാവങ്ങളൊക്കെ കാണണം. ഹല്ലേലൂയ, അത് ഏറ്റെടുപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ടീ ബ്രേക്കാണ്. ടീ കുടിച്ചിട്ട് പെട്ടെന്ന് വരണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ 10 മിനിറ്റ് ടീ കുടിക്കാനുള്ള സമയമാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും ടീ കുടിച്ചാൽ അതുപോലെ തന്നെ അവനവൻ്റെ
പ്രാർത്ഥനയ്ക്കായി ദൈവകരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹമേറി തന്നെ നിമിഷത്തിനായി സ്തോത്രം. ഇടയ്ക്കര സെൻറ്ററിൻ്റെ LM-ൻ്റെ വൺ ഡേ സെമിനാറിലെ ബന്ധത്തിൽ ഈ ആലയത്തണലെങ്കിൽ ഞങ്ങൾക്കായിരിപ്പം കൃപയ്ക്കായി സ്തോത്രം. പ്രാരംഭ സെഷനിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടുന്ന് കൂടെയുണ്ടായിരുന്നു. അങ്ങയുടെ ദാസിയെ ശക്തമായ ഇവിടുത്തെ കരങ്ങൾ ഉപയോഗിച്ചതിനായി സ്തോത്രം. വീണ്ടും തുടർന്നുള്ള സെഷൻ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കൃതദാസി മുറ്റുമായി അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അവിടുത്തെ വചനമായിട്ട് അങ്ങയുടെ ദാസി എഴുന്നേൽക്കുമ്പോൾ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രൂശന് പരമായി സംസാരിപ്പാൻ കർത്താവ് ദാസിയോടുന്ന് ബലപ്പെടുത്തണമേ. കടന്നു വന്ന തൻ്റെ ജനത്തെയോടുന്ന് ബലപ്പെടുത്തിയാട്ടെ. കൃതാസന്മാരോടുന്ന് ബലപ്പെടുത്തണം. ആദ്യയുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ശ്രൂഷകൾ ഏറ്റെടുത്തവിടെ നിയന്ത്രിക്കുമാറാകണം. മാനവമുഖത്വം അംഗീകരിപ്പിക്കുന്നു. പൊന്നേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. തുടർന്ന് വചനത്തിനായി കർത്തദാസിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Praise the Lord. ഇന്നുള്ള വേദന നൽകുന്ന ശോധന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും, വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ, വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥനേശു എൻ ബലം, അന്യന്യം ഭൂവിലെന്നാൽ ധന്യനാം ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യനാം ഭൂവിലെന്നാൽ കൃന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. പ്രൈസ് ദി ലോർഡ്. 2-3 പേരും കൂടെ ഒക്കെ വരാനുണ്ടല്ലോ, അവർ വന്നോളും. പ്രൈസ് ഗോഡ്. അപ്പോൾ ഓർക്കുന്ന 10 കാര്യം ഞാൻ അബ്രഹാമിൻ്റെ കൂടാരത്തെക്കുറിച്ച് പറഞ്ഞു. എത്ര പേർക്ക് മാർക്ക് കിട്ടി? എനിക്കറിയാം നിങ്ങൾക്കൊക്കെ നല്ല ഡിസ്റ്റിങ്ഷനോടെ പാസ്സായിട്ടുണ്ടെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. കാരണം ഈ നിലമ്പൂരിൻ്റെ പ്രദേശത്ത് കർത്താവ് നിങ്ങളെയൊക്കെ ആക്കി ഇത്രത്തോളം പേരിന്ന് പകൽക്കാലം കൂടി വന്നു. വചനത്തോട് നിങ്ങൾക്കൊരു താല്പര്യമുണ്ട്, പ്രതിപത്തി ഉണ്ടെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കൂടാരവും അതുപോലെ തന്നെ ആയിരിക്കണം. ആരാധനയുടെ കൂടാരം, ജയത്തിൻ്റെ കൂടാരം, വിശ്വാസത്തിൻ്റെ കൂടാരം, അനുസരണത്തിൻ്റെ കൂടാരം, പ്രവാസിയാണെന്നുള്ള പരദേശിയാണെന്നുള്ള, ഞാൻ അന്യനും പരദേശിയുമാണെന്നുള്ള തോന്നലോടെ ജീവിക്കുന്ന ഒരു കൂടാരം. പ്രൈസ് ഗോഡ്. അങ്ങനെ ജയത്തോടെ ക്രിസ്ത്യ ജീവൻ നയിപ്പാൻ്റെ കോണം നമ്മെ ഓരോരുത്തരെയും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ എബ്രായ ലേഖനം 12-ാം അധ്യായം തുടങ്ങുന്നത് ഒരു ഓട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലേ, വിശ്വാസത്തിൻ്റെ നായനും പൂർത്തിവരുന്നതിനുമായ യേശുവിനെ നോക്കുക. അതിനു മുമ്പ് പറയുന്നുണ്ട് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് അല്ലേ നമ്മൾ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്നാണ്. അപ്പോൾ ഒരു ഓട്ടക്കളത്തിലായിരിക്കുന്ന അല്ലെ ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടത്തോട് ഉപമിച്ചിരിക്കുന്ന ഈ അധ്യായത്തിൽ നിന്ന് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ്, നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണം? അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ എനിക്കൊന്ന് 10 പോയിന്റ്സ് പറഞ്ഞല്ലേ. എന്നാൽ ഇനിയും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് നിങ്ങൾ ശോധന ചെയ്യണം. എൻ്റെ ഓട്ടം ഇങ്ങനെയാണോ? എൻ്റെ ജീവിതം ഇങ്ങനെയാണോ? ഞാൻ ഇങ്ങനെയാണോ? എൻ്റെ ലൈഫ് ഇങ്ങനെയാണോ? എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ബാക്കിയൊക്കെ പഠിക്കാൻ തീരുമാനിച്ചില്ലേ? സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ ആ ജീവിതത്തെക്കുറിച്ച് ഞാൻ നമ്പർ ഇട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. 1, എനർജറ്റിക് ലൈഫ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു ഉത്സാഹമുള്ള ജീവിതമായിരിക്കണം. എനർജി ഇല്ലെങ്കിൽ ഓടാൻ പറ്റുമോ? എന്തുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ഗ്രൗണ്ടിലൊക്കെ നിന്നുകൊണ്ട് അവരെന്തുവാ കൊടുക്കുന്നത്? ഗ്ലൂക്കോസ് കൊടുക്കും അല്ലേ? എന്നാൽ എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ പോരെ? അല്ല, ഗ്ലൂക്കോസ് കൊടുത്താൽ അതിന് ഫാസ്റ്റ് അബ്സോർപ്ഷനാണ്. പ്രൈസ് ഗോഡ്. കാർബോഹൈഡ്രേറ്റ്സ് ഡൈജസ്റ്റ് ചെയ്ത് വന്നുണ്ടാകുന്ന സാധനമാണ് ഗ്ലൂക്കോസ്. അപ്പം ഗ്ലൂക്കോസിൻ്റെ പൊടി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കിന്
അത് ഫാസ്റ്റായിട്ട് ബ്ലഡിൽ കൂടെ അബ്സോർബ് ചെയ്ത് അവർക്ക് എനർജി ലഭിക്കും. അപ്പോൾ എനർജറ്റിക് ലൈഫ് എന്ന് പറയാനുള്ള കാര്യം, ലെറ്റ് us റൺ ദ റേസ്, ഓട്ടം ഓടുക. ഒരു ഓട്ടം ഓടണമെങ്കിൽ അതിന് എനർജി കൂടിയേ തീരൂ. പ്രൈസ് ഗോഡ്. ഉത്സാഹമുള്ളവരെ കണ്ടാൽ മറ്റുള്ളവർക്കും ഒരു ഉത്സാഹം, അല്ലേ? നമ്മൾ ഇച്ചിരി ക്ഷീണിച്ചിരിക്കുവാണെങ്കിലും ഇപ്പം ചർച്ച ചെന്ന് വളരെ ക്ഷീണിച്ചിരിക്കുക, ഒരു സഹോദരി വന്നിട്ട് സിസി ആൻറ്റി പ്രൈസ് ദി ലോർഡ്, അവരുടെ ആ ഒരു പ്രൈസ് ദി ലോർഡിൽ നമ്മൾ ബലം പ്രാപിക്കും. ഞാനങ്ങനെ ബലം പ്രാപിച്ചിട്ടുണ്ട്. ഞാൻ എന്നും ഇങ്ങനെ അങ്ങനെ എനർജറ്റിക്കായിട്ടൊന്നും ഇരിക്കുന്ന വ്യക്തിയൊന്നുമല്ല കേട്ടോ. പ്രൈസ് ഗോഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പച്ചയായ അനുഭവങ്ങളിൽ പല കാര്യങ്ങളും ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ തളർന്നിരിക്കും. അപ്പോൾ നമ്മുടെ ലൈഫ് എനർജറ്റിക് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കും ആ എനർജി പകരുവാൻ തക്കവണ്ണം സാധിക്കും. 2, എ ബിലീവിങ് ലൈഫ്, വിശ്വാസത്തോടുകൂടിയുള്ള ജീവിതം. പ്രൈസ് ഗോഡ്. ആ വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യം. പ്രൈസ് ഗോഡ്. നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ പ്രൈസ് ഗോഡ്, ആ വിശ്വാസത്തിൻ്റെ ആ ഒരു നിറവ് നമ്മുടെ കുടുംബത്തിൽ കാണണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണണം. അബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞത് കൂടാരത്തിൻ്റെ, ആ കുടുംബത്തിൻ്റെ. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണേണ്ടതാണ്. എ ബിലീവിങ് ലൈഫ്. നമ്മൾ വിശ്വസിക്കണം, ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വാസത്തിൽ വരുന്നത് നൈജീരിയയിൽ വെച്ചാണ്. ഞങ്ങൾ 2 പേരും അധ്യാപകരായിരുന്നു. ഹസ്ബൻഡ് അവിടെ വൈസ് പ്രിൻസിപ്പലായിരുന്നു, ഞാൻ അവിടെ പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ 78 MSc കഴിഞ്ഞ് ആ പിറ്റേ ആഴ്ച തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് അങ്ങ് പോയി. അവിടെ വെച്ച് അദ്ദേഹം യാക്കോബാക്കാരനായിരുന്നു, ഞാൻ മർത്തമക്കാരിയായിരുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ മിഷണറീസ് അവിടെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കാൻ വന്നു. അവരവിടെ പഠിപ്പിക്കാൻ വന്ന എന്തുവെന്ന് വെച്ചാൽ, അവർ ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ മിഷണറീസ് ആയതുകൊണ്ട് അവർക്ക് ബിൽ ബ്രൈറ്റ് അവർക്ക് അമേരിക്കയിൽ ശമ്പളം കൊടുക്കും. പക്ഷേങ്കിൽ അവിടെ നൈജീരിയയിൽ ജീവിക്കാൻ, നൈജീരിയയുടെ കറൻസി നേറായ, അപ്പം നൈജീരിയയിൽ ജീവിക്കാൻ അവർ തന്നെ നേറ റേസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ പഠിപ്പിക്കാൻ വന്നത്. പഠിപ്പിക്കാൻ വന്നപ്പോൾ എന്നെ മീറ്റ് ചെയ്തപ്പോൾ എന്നെ അവർ വിളിക്കുന്ന മിസ്സസ് ജോൺ എന്ന്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബാബു ജോൺ എന്നാണ്. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞൊരു കാര്യം, ഞാൻ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പറയാറുണ്ട്, മിസ്സസ് ജോൺ യു സ്റ്റാർട്ട് മെമ്മറൈസിങ് വേഴ്സസ്. ഞാനിവിടെ കൊച്ചു പിള്ളേരുള്ളതുകൊണ്ടാണ്, യൗവനക്കാർ കുഞ്ഞുങ്ങളിരിക്കുന്നുണ്ട്, അത് പറയുന്നത്. എന്നോട് പറയാം നീ വാക്യം കാണാതെ പഠിക്കണമെന്ന്. ഞാൻ ഓർത്ത് എന്തോ കർത്താവേ, ഞാൻ എന്നാ സൺഡേ സ്കൂൾ കുഞ്ഞു വല്ലതും ആണോ? പക്ഷേ ദൈവമക്കളെ, അന്നും ഇന്നും അനുസരിക്കുന്നൊരു സ്വഭാവമുണ്ട് കേട്ടോ. അന്ന് തൊട്ട് ഞാൻ വചനം കാണാതെ പഠിച്ചു. അത് ഇപ്പം ഈ 68 വയസ്സിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ 69 കയറി. ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുക. പ്രൈസ് ഗോഡ്. എൻ്റെ അമ്മയുടെ ഒരു സിസ്റ്ററുണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ, 96 വയസ്സ്, ഓസ്ട്രേലിയയിലാണ്. പുള്ളിക്കാരി ഈ എന്നാന്ന് പോലും എനിക്കറിയത്തില്ല, ഒരു സുഡോക്കോ ഗെയിമുണ്ട്, അതിങ്ങനെ കളിക്കും. അപ്പം ഞാൻ ഒരു ദിവസം ചോദിച്ചു, എന്തിനാ അമ്മച്ചി ഇത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഉടനെ എന്നോട് പറയാം, എൻ്റെ മോളെ ബ്രെയിൻ സെൽസ് എല്ലാം നല്ല ആക്റ്റീവ് ആകും, ഇപ്പോഴും ഹെൽത്തിയാണ് കേട്ടോ. പ്രൈസ് ഗോഡ്. മോൻ്റെ കൂടെ അവിടെ ഓസ്ട്രേലിയയിലാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമുക്കൊന്ന് വചനം പഠിക്കാം. വചനം ഒന്ന് കാണാതെ പഠിച്ചേ. പഠിക്കുമ്പോൾ അത് ആദ്യം നമ്മുടെ ബുദ്ധിയിലായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ എന്നും അവിടെ ഇരിക്കാനല്ല, അത് ആവശ്യം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് അങ്ങ് ഇരിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ ആ ബിലീവിങ് ലൈഫ് വിശ്വസിക്കുന്നത്, എന്തിനാണ് വിശ്വസിക്കുന്നത്? യേശു കർത്താവിനെയാണ് വിശ്വസിക്കുന്നത്. യേശു കർത്താവിൻ്റെ മനസ്സായത്. യേശു കർത്താവിൻ്റെ മനസ്സ് നമുക്ക് പൊഴിച്ചിട്ട് തരുന്നതാണ് ഈ ബൈബിൾ മുഴുവൻ നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യേശു കർത്താവിൻ്റെ മനസ്സറിയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മൾ ഈ വചനം കാണാതെ പഠിക്കണം. അത് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിലുണ്ടല്ലോ, ആ വചനമാണ് നമ്മളെ പിന്നെ എല്ലാത്തിലും വഴി നടത്തുന്നത്. ജീവിതത്തിൻ്റെ ഏത് പച്ചയായ അനുഭവങ്ങൾ വരുമ്പോഴും ആ വചനത്തെ അങ്ങ് വിശ്വസിച്ചോണം, ആ വചനത്തെ അങ്ങ് മുറുകെ പിടിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളിവിടെ നിൽക്കുക, നമ്മുടെ പ്രാർത്ഥനാ വിഷയം ഇവിടെ നിൽക്കുക. ഈ പ്രാർത്ഥനാ വിഷയത്തെ നമുക്ക് നേരിടണമെങ്കിൽ, ഈ പ്രാർത്ഥനാ വിഷയത്തിൽ നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, കർത്താവേ ഈ വിഷയത്തിൽ നീ എന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ വചനം വായിക്കുമ്പോൾ ദൈവം നമുക്കൊരു വചനം തരും. അല്ലെങ്കിൽ ആ ആഴ്ച നമ്മൾ ആലയത്തിൽ ചെല്ലുമ്പോൾ കർത്തദാസിനെ കൂടെ ആ വചനം നമ്മളോട് സംസാരിച്ചിരിക്കും. ആ വചനം നാം ഏറ്റെടുത്ത് പിന്നീട് നമ്മൾ ഈ വചനമാണ് ദൈവത്തോട് പറയേണ്ടത്. പ്രൈസ് ഗോഡ്. ഒത്തിരി 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 ഉദാഹരണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ രണ്ടാമത്തേത് ബിലീവിങ് ലൈഫ്. അപ്പോൾ എനർജറ്റിക് ലൈഫ്, ബിലീവിങ് ലൈഫ്. മൂന്നാമത്തേത് സെൽഫ് ഡിനൈയിങ് ലൈഫ്. നമ്മുടെ സ്വയത്തെ ത്യജിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. അതാണ് ഏറ്റവും പാട്, അല്ലേ? സകല ഭാരവും സകല പാപവും, അല്ലെ, മുറുകെ പറ്റുന്ന സകല പാപവും വിട്ട് ഓടണം. സെൽഫ് ഡിനയൽ. നമുക്ക് നമ്മെ തന്നെ ത്യജിക്കുവാൻ, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളവാൻ നമുക്ക് കഴിയണം. അപ്പം മൂന്നാമത്തേത് സെൽഫ് ഡിനയൽ ലൈഫ്. സ്വയത്തെ ത്യജിക്കുന്ന ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ വേണം.
ഹല്ലേലൂയ. അതായത് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ സെൽഫിഷായിട്ടുള്ള ലൈഫ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിൽ ജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ പറ്റത്തില്ല. നാലാമത്തേത് ആൻ ഓർഡേർഡ് ലൈഫ്. ഹല്ലേലൂയ. ഒരു ഓർഡറിലുള്ളൊരു ജീവിതം. കുത്തഴിഞ്ഞ ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. കുത്തഴിഞ്ഞ പുസ്തകമല്ല ക്രിസ്തീയ ജീവിതം. അല്ലേ, നമ്മുടെ ആരാധന കുത്തഴിഞ്ഞ ആരാധനയല്ല. എല്ലാത്തിനും ഒരു ചിട്ട, ഒരു പ്രമാണം, ഒരു ഓർഡർ സ്വർഗത്തിലെ ദൈവം വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നാം മുന്നോട്ട് നീങ്ങേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ. ഇന്ന് നല്ല കൈകൊട്ടും ആരാധനയുമാ, നാളെ പ്രശ്നവുമായിട്ട് വന്നു, കൈകൊട്ടും ഇല്ല, ആരാധനയും ഇല്ല. അല്ലേ? നമ്മുടെ മുഖഭാവം ഒരിക്കലും മാറരുത്. ഒരു ഓർഡറിൽ സ്വർഗം വെച്ചിരിക്കുന്ന ഒരു ഓർഡർ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകണം. അടുത്തത് എ പ്രിസർവിങ് ലൈഫ്. സ്ഥിരതയോടെ നമ്മുടെ ഓട്ടം ഓടണം. റൺ വിത്ത് പേഷ്യൻസ്. ഹല്ലേലൂയ. ക്ഷമയോടെ നമ്മുടെ ജീവിതം ഓടിത്തീർക്കുവാൻ നമുക്ക് കഴിയണം. അടുത്തത് അപ്വേർഡ് ലൈഫ്. കീഴോട്ടല്ല നമ്മുടെ ജീവിതം. എന്താ പറഞ്ഞാൽ നമ്മളോട് വിശ്വാസത്തിൻ്റെ നായകനായ യേശുവിനെ നോക്കുവാൻ. നമ്മുടെ നോട്ടം എങ്ങോട്ടായിരിക്കണം? ഉയരത്തിലേക്കായിരിക്കണം. ഉയരത്തിലുള്ളത് നമ്മൾ ചിന്തിക്കണം, ഉയരത്തിലുള്ളത് നമ്മൾ അന്വേഷിക്കണം, ഉയരത്തിലുള്ളത് നമ്മൾ പ്രാപിക്കണം. അങ്ങനെ ജീവിച്ച് നമ്മൾക്ക് ഉയരത്തിലേക്ക് തന്നെ പോകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം ഉയരത്തിലേക്ക് നമ്മൾ നോക്കണം. അപ്വേർഡ് ലൈഫ്, ഉയരത്തിലേക്കുള്ളൊരു ജീവിതം. പ്രൈസ് ഗോഡ്. അടുത്തത് എ ഹോപ്പ്ഫുൾ ലൈഫ്. പ്രത്യാശയുള്ളൊരു ജീവിതം. മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം. ഹല്ലേലൂയ. ആ സന്തോഷം, ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരിക്കലും പ്രത്യാശ നമ്മൾ കൈവിടരുത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവേ ഞാൻ ഏത് പ്രത്യാശ വെച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രത്യാശയുള്ളൊരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യത എന്താണെന്നറിയാമോ? നമ്മൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. സാധാരണ ഒരു വ്യക്തി ജീവിതം കഷ്ടം അനുഭവിക്കുമ്പോൾ ഇടുങ്ങിപ്പോകും. കഷ്ടം ജീവിതത്തിൽ വരുമ്പോൾ നാം ഒതുങ്ങിപ്പോകും. കഷ്ടം ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പലരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കും. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ശക്തമായൊരു ദൂത് വിളിച്ചു പറയുക. പ്രൈസ് ഗോഡ്. കുഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പലപ്പോഴും പള്ളിയിൽ വരുമ്പോൾ നീ ഒഴിഞ്ഞു മാറി നടന്നിട്ടില്ലേ? ഹല്ലേലൂയ. ഇവരെന്നോടൊന്നും ചോദിക്കരുത്, അല്ലെങ്കിൽ അവരെന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നീ ഒഴിഞ്ഞു മാറി നിന്നില്ലേ? ഇല്ല ദൈവ പൈതലേ. ഹല്ലേലൂയ. നീ കരഞ്ഞ രാത്രിയിൽ ഇറങ്ങി വന്നതും രട്ടഴിച്ചു സന്തോഷമൊടുപ്പിച്ചതും. നീ കരഞ്ഞ രാത്രിയിൽ ഇറങ്ങി വന്നതും രട്ടഴിച്ചു സന്തോഷമൊടുപ്പിച്ചതു. നൃത്തമാക്കി മാറ്റിയ വിലാപങ്ങളും നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? രട്ടഴിച്ചു മാറ്റിയ വിലാപങ്ങളും നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ഓർത്തു നോക്കുമോ? ഓർത്തു നോക്കുമോ? നിനക്കോർക്കാതിരിക്കുവാൻ കഴിയുമോ? ദേവദാസി ഒന്ന് ഓർത്ത് നോക്കിക്കേ, പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഹല്ലേലൂയ. നീ ഒഴിഞ്ഞു മാറിയ സന്ദർഭങ്ങളില്ലേ? ഹല്ലേലൂയ. നീ മാറി നടന്ന സന്ദർഭങ്ങളില്ലേ? നീ തല കുനിച്ചിരുന്ന സന്ദർഭങ്ങളില്ലേ? ഹല്ലേലൂയ. നീ പിണങ്ങിയെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക പോലെ നീ ഹല്ലേലൂയ മാറിപ്പോയിരുന്നപ്പോഴും നിന്നെ ചേർത്തണച്ച രണ്ട് കരങ്ങളില്ലേ? ഇന്ന് പകൽക്കാലം ആ ദൈവത്തിനൊരു സ്തുതി കരച്ചാമോ? We praise the Lord. We praise the Lord. We thank you, Lord. We thank you, Jesus. We thank you, Jesus. We thank you, Jesus. Hallelujah. Hallelujah. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ പണ്ടെങ്കിൽ ജയമെടുക്കുകയാണ്. ജയം, ജയം, ജയം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Hallelujah.
രക്തത്താൽ ജയം 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 യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഓ ശത്രു ലജ്ജിച്ച് തലതാഴ്ത്തട്ടെ, ദുഷ്ടന്റെ ആരവം നിൽക്കട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നു ശത്രുവിന്റെ തല ലജ്ജിച്ച് താഴ്ത്തിയിരിക്കുക? ഹല്ലേലൂയ. നിന്നെ വിഷമിപ്പിക്കുവാൻ നിൽക്കുന്ന ശത്രുവിന്റെ ദുരാലോചനയെ ദൈവം നിർത്തൽ ചെയ്തിരിക്കുക. ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽക്കാലം യഹോവയുടെ സഖ്യത ഹല്ലേലൂയ നിന്റെ കൂടാരത്തോട് ചേർന്നിരിക്കട്ടെ. ദൈവ പൈതലേ ഹല്ലേലൂയ. തലകുനിയിപ്പിക്കുവാൻ നിൽക്കുന്ന പോരന്നും ഇന്നുമുണ്ട് കേട്ടോ. ദൈവജനത്തെ തലകുനിയിപ്പിക്കുവാൻ, വിശ്വാസ നായകനെ നോക്കുവാൻ തക്കവണ്ണം തടയുയർത്തുവാൻ സമ്മതിക്കാതെ വണ്ണം കുനിയിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ നിവരെ നിൽക്കുവാൻ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മൾ നോക്കുമ്പോൾ കഷ്ടതയുടെ പര്യായമായി യോബ് അല്ലേ? പക്ഷെ യോബ് ഹല്ലേലൂയ തൻ്റെ നോട്ടം ഒരിക്കലും ഉയർത്തിന്ന് മാറ്റിയില്ല. പ്രൈസ് ഗോഡ്. നമ്മൾ നോക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് യോബിനെ പോലെ നീതിമാൻ, നിഷ്കളങ്കൻ, ദോഷമിട്ടകലുന്നവൻ, യഹോവാ ഭക്തൻ. He was a perfect man. ഹല്ലേലൂയ. ദൈവം സാക്ഷ്യം പറഞ്ഞു, പിശാച് സാക്ഷ്യം പറഞ്ഞു, മനുഷ്യർ സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. പെർഫെക്റ്റ് മാൻ. അത് കഴിഞ്ഞ് താരോട്ട് നമ്മൾ നോക്കുമ്പോൾ കാണും ഹല്ലേലൂയ 500 കാളയുണ്ട്, 7000 ആടുണ്ട്. പ്രൈസ് ഗോഡ്. അവൻ്റെ സമ്പത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹി വാസ് എ പ്രോസ്പെറസ് മാൻ. ഹല്ലേലൂയ. ധനസമൃദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ 5-ാം വാക്യത്തിൽ പ്രൈസ് ഗോഡ്, ഇതൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തതല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നത് ഞാൻ നിങ്ങളോട് പറയുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവനെ കുറിച്ച് പറയുന്നത് തൻ്റെ മക്കൾ പാപം ചെയ്തു പോകുമോ എന്നോർത്ത് പ്രൈസ് ഗോഡ് താൻ ഹോമയാഗം കഴിക്കുമായിരുന്നു. ഹി വാസ് എ പ്രേയിങ് മാൻ. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അവൻ ദൈവസന്നിധിയിൽ യാഗം കഴിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. So he was a perfect man, he was a prosperous man, he was a praying man. അതിനുശേഷം ഹല്ലേലൂയ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണുന്നുണ്ട് ഹല്ലേലൂയ യൗവനക്കാരവനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും, പ്രഭുക്കന്മാർ സംസാരം നിർത്തും, യൗവനക്കാർ വാപൊത്തും. He was a very popular man. ഇത്രയുമുള്ള ആരും ഇവിടെ ഇരിപ്പില്ല. Praise God. ഈ റൂഫിനകത്തിരിപ്പില്ല. ഈ നിലമ്പൂര് കാണുമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ താൻ കഷ്ടത അനുഭവിച്ചു അല്ലേ? പക്ഷെ അവനൊരു കാര്യം അറിയായിരുന്നു, 6 കഷ്ടത്തിൽ നിന്ന് അവനെ വിടുവിച്ചു. 7-ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല എന്ന്. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ഒരു വിധത്തിൽ കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് മാനസിക കഷ്ടമാണെങ്കിലും, അത് ശാരീരിക കഷ്ടമാണെങ്കിലും, അത് ആത്മീയ കഷ്ടമാണെങ്കിലും, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക ഹല്ലേലൂയ ഇപ്പോൾ നീ അനുഭവിക്കുന്ന നിന്നെ തൊടില്ല കുഞ്ഞേ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. അങ്ങനെയുള്ള യോബിനെ ദൈവം വെറുതെ വിടുമോ? പ്രൈസ് ഗോഡ്. അവസാനം എന്ത് ചെയ്തു? He was a proven man. ദൈവം അവനെ പ്രൂവ് ചെയ്തു, ദൈവം അവനെ തെളിയിച്ചു. ഹല്ലേലൂയ. അവനെ ദൈവം തെളിയിച്ചു. എന്ത് തെളിയിച്ചു? എല്ലാം അവന് ദൈവം ഇരട്ടിയായി കൊടുത്തു. പ്രൈസ് ഗോഡ്. പെട്ടെന്ന് നിങ്ങൾ ഇരട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എത്രയും ആഴത്തിൽ ഗ്രഹിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, അവൻ 7000 ആടുണ്ടായിരുന്നു. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഹല്ലേലൂയ. എത്ര ആടായി ഇപ്പം? 14000 ആടായി. 7000 ആടുള്ളപ്പോഴത്തെ അത്ര ഇടയന്മാർ മതിയോ? പിന്നെ 7000 ഉള്ളപ്പോഴത്തെ അത്രയും എന്തുവാ ആട്ടിൻ തൊഴുത്ത് അല്ലേ മതിയോ? പിന്നെ 14000-ന് പോരാ. 7000 ആടിനുള്ള തീറ്റ മതിയോ? പിന്നെ അതായത് ഇരട്ടി എന്ന് പറയുമ്പോൾ
ദൈവദാസിമാരെ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഹല്ലേലൂയ നമ്മൾ നമ്മൾ റെബെക്കയെ കുറിച്ച് കാണുമ്പോൾ പറയുന്നുണ്ട്, സഹോദരി നീ 1000 തീരുക. ഹല്ലേലൂയ. കർത്താവ് എപ്പോഴും വർധനയുടെ കർത്താവ് ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പെരുകണം, നിങ്ങൾ നിറയണം, നിങ്ങൾ അടക്കണം, നിങ്ങൾ വാഴണം. പെരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൾട്ടിപ്ലൈ ചെയ്യുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ മാത്തമാറ്റിക്സിനകത്ത് മൈനസ് ഇല്ല കേട്ടോ, സബ്സ്ട്രാക്ഷൻ ഇല്ല. കർത്താവിൻ്റെ മാത്തമാറ്റിക്സിനകത്ത് ഡിവിഷൻ ഇല്ല. ഹരിച്ച് കുറച്ചൊന്നും കർത്താവ് കളയത്തില്ല. കർത്താവ് മൾട്ടിപ്ലൈ ചെയ്യുക, കർത്താവ് എപ്പോഴും ഗുണിക്കുക, കർത്താവ് എപ്പോഴും വർദ്ധിപ്പിക്കുക. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ആത്മീയ പ്രവർത്തനങ്ങൾ ഈ നിലമ്പൂരിൻ്റെ പ്രദേശത്ത് ഹല്ലേലൂയ വർദ്ധിക്കണം കേട്ടോ. പ്രൈസ് ഗോഡ്, വർദ്ധിക്കണം. ചർച്ച് ഓഫ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങളെ ആശംസിക്കുക, നിങ്ങളോടൊരു ആശംസ തരുക, ദൈവനാമത്തിൽ തരുക. ഹല്ലേലൂയ. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക, ആത്മീയ കൃപകളിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഹല്ലേലൂയ. ആരാധനയിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക, പ്രാർത്ഥനയിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക, കൂട്ടായ്മയിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു വലിയ വർധനവിലേക്ക്, പ്രൈസ് ഗോഡ്, അങ്ങനെ അങ്ങ് തീരുമാനിക്കണം. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, 10 കുഞ്ഞു കണക്കാണ്, 10 വിശ്വാസികളുള്ള ഒരു സഭയിൽ ഒരാളെ, ഒരു കുടുംബത്തെ അല്ല കേട്ടോ, ഒറ്റ വ്യക്തിനെ ഈ സഭയിൽ ഞാൻ കൊണ്ടുവരും. ഒറ്റ വ്യക്തിനെ ഈ സഭയിൽ കൊണ്ടുവരുമെന്ന് ഒന്ന് തീരുമാനിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. ഒറ്റ വ്യക്തിയെ കൊണ്ടുവന്നാൽ മതി. ഹല്ലേലൂയ. ഒരു വർഷം കൊണ്ടുവന്നാൽ മതി. അടുത്ത വാച്ച് നൈറ്റിന് എത്ര പേര് കാണും? 20 പേര് കാണും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, പ്രൈസ് ഗോഡ്, ഞങ്ങളുടെ സഭ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഞങ്ങൾ 5 കുടുംബമായിട്ട് തുടങ്ങിയതാ. ഞങ്ങളുടെ കർത്തദാസൻ ഇന്ന് നിത്യയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ പിയ ബേബി ആയിരുന്നു. ഹല്ലേലൂയ. സഭ വളർന്നത് മുഴുവൻ പേഴ്സണൽ ഇവാഞ്ചലിസം കൊണ്ടാണ്. ഹല്ലേലൂയ. മൗത്ത് ടു മൗത്ത് ഇവാഞ്ചലിസം, 1-to-1 ഇവാഞ്ചലിസം. ഒരാളോട് പറയാൻ മേലെ, ദൈവമേ നമുക്ക് തന്നിരിക്കുന്ന വലിയ ഡ്യൂട്ടിയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ശുശ്രൂഷ വ്യക്തികളോട് 1-to-1 ഇവാഞ്ചലിസം, അവരോട് നേരിട്ട് പറയാനായിട്ട്. പ്രൈസ് ഗോഡ്. മക്കളെ ക്ലാസ്സിൽ പറയണം. ഹല്ലേലൂയ. ചിലപ്പോൾ അതിനുവേണ്ടി വിഷമിച്ചിരിക്കുന്നവരായിരിക്കും. നിങ്ങളെ ദൈവം മൾട്ടിപ്ലൈ ചെയ്യും കേട്ടോ. ഹല്ലേലൂയ. ഒരാളെ എങ്കിലും ഞാൻ 2025 എൻ്റെ സഭയിൽ കൊണ്ടുവരും. നമ്മൾ കൊണ്ടുവന്നാൽ മതി കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങളുടെ സഭയിൽ വാ, ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിക്കും. അല്ല, ഞങ്ങളുടെ സഭയിൽ വാ, ഞങ്ങളുടെ സഭയിൽ ഒരു ആൻറ്റി ഉണ്ട്, ആൻറ്റി ഒന്ന് കാണുക. പ്രൈസ് ഗോഡ്. ദൈവം ചെയ്യും കേട്ടോ. ഇല്ലെങ്കിൽ അത് പാപമാണ്. കാരണം കർത്താവ് അവസാനം ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ എന്തുവാ പറഞ്ഞത്? ഭൂലോകമൊക്കെയും പോയി ഹല്ലേലൂയ സകല സൃഷ്ടികളെയും അല്ലേ ശിഷ്യരാക്കിക്കൊള്ളുവാനാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. സുവിശേഷീകരണത്തിൻ്റെ ദൂതൊന്നും ഞാൻ നിലമ്പൂര് പറയാൻ വന്നതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, ഹല്ലേലൂയ, അനേകരെ സഭയിലേക്ക് കൊണ്ടുവരണം. എല്ലാ സഭകളും നിറയണം. പ്രൈസ് ഗോഡ്. എന്ത് നല്ല ഹോളാണ് നോക്കിക്കേ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പക്ഷെ എനിക്കറിയാം നിങ്ങൾ പല സഭകളിൽ നിന്ന് വന്നതാ. എന്നാൽ ഹല്ലേലൂയ ഇവിടെ നിറയത്തക്കവണ്ണം സഹോദരന്മാരൊരു വശത്ത് ഒരുമിച്ചിരുന്ന് നിറയത്തക്കവണ്ണം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം അരുളി ചെയ്താൽ അങ്ങനെ സംഭവിക്കും. ദൈവം കൽപ്പിച്ചാൽ അങ്ങനെ സ്ഥാപിതമാകും. നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം എന്തെങ്കിലും യാചിച്ചാൽ അവൻ അതുപോലെ ചെയ്യും. ദൈവത്തിൻ്റെ ഹിതം എന്തുവാ? ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. ജീവിതങ്ങൾ യഥാസ്ഥാനപ്പെടണം. ഹല്ലേലൂയ. ജീവിതങ്ങൾ പണിയപ്പെടണം. ഹല്ലേലൂയ. നരകത്തിലേക്ക് ഓടുന്ന അനേക ജീവിതങ്ങളെ നിങ്ങൾ വലിച്ചെടുക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ കുറേ സ്വഭാവ ശ്രേഷ്ഠതകൾ പറഞ്ഞു. എനർജറ്റിക് ലൈഫ്, അപ്വേർഡ് ലൈഫ്, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കാണണം. അപ്പോൾ നമ്മുടെ കുറിവാക്യത്തിലേക്ക് തന്നെ വരാം. ഹല്ലേലൂയ. എന്തുവാ? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നതിനുമായ യേശുവിനെ നോക്കുക. ഒരു വാക്യം എടുത്തേ. സങ്കീർത്തനം 34-ന്റെ 5-ാമത്തെ വാക്യം. അതെ സിസ്റ്ററെ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. അതാര് പാടിയ സങ്കീർത്തനമാ? ദാവീദ് രാജാവ് പാടിയ സങ്കീർത്തനമാ. പ്രൈസ് ഗോഡ്. ഈ ദാവീദ് രാജാവിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം പ്രൈസ് ഗോഡ്, ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും അവിടെ വെച്ച് നൈജീരിയയിൽ വെച്ച് തന്നെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഞങ്ങളുടെ 2 കുടുംബത്തിൽ നിന്നും ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. പ്രൈസ് ഗോഡ്. ഒത്തിരി എതിർപ്പുകളുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭവനത്തിൽ നിന്ന് ഓരോരുത്തർ വിശ്വാസത്തിലോട്ട് വരുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞങ്ങൾക്ക് 2 ആൺകുഞ്ഞുങ്ങളിലായിരുന്നു, 2 പെൺപൈതങ്ങളായിരുന്നു.
മൂന്നാമത് എനിക്കൊരു ഒത്തിരി കോംപ്ലിക്കേഷനോടുകൂടി ഹല്ലേലൂയ ഇനി ഒരിക്കലും പ്രസവിക്കരുതെന്നൊരു സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞാൻ നൈജീരിയയിൽ നിന്ന് തിരിച്ചു വരുന്നത്. എന്നാൽ വലിയ ആഗ്രഹമായിരുന്നു ഒരു ആൺകുഞ്ഞ് വേണമെന്നൊക്കെ. എന്നാൽ ദേവദാസിമാരെ ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു സൺഡേ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, നീ ഇശ്മായേലിനെ കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടിരിക്കുക, പക്ഷേ ദൈവം നിനക്ക് ഇസ്ഹാക്കിനെ തരും. വീണ്ടും നിങ്ങൾ ഓർത്തോ, ദൈവം അരുളി ചെയ്തു. അങ്ങനെ സംഭവിച്ചു. കർത്താവ് എന്തെങ്കിലും ഒരു കാര്യം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. ഒന്നിനെ ആഗ്രഹിച്ച സ്ഥാനത്ത് ദൈവം 2 ആൺകുഞ്ഞുങ്ങളെ കൂടെ പിന്നീട് തന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ ഞങ്ങൾ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം പ്രൈസ് ഗോഡ് ഇവരൊക്കെ ഇങ്ങനെ വിശ്വാസത്തിലോട്ട് വന്ന സമയത്ത് ബാബുശാൻ്റെ വീട്ടിൽ നിന്ന് അവസാനം ബാബുശാൻ്റെ അമ്മയും അപ്പനും വിശ്വാസത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ. ഈ ദാവീദ് രാജാവിൻ്റെ പറയുന്ന കാര്യം വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്. എൻ്റെ മദറിൻലോ പ്രൈസ് ഗോഡ് നല്ല അമ്മയാണ്. പക്ഷേ വിഷമത്തോടെ ഒരു ദിവസം എന്നോട് ചോദിച്ചു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആര് കെട്ടും, പെൺകുഞ്ഞുങ്ങളെ ആര് കെട്ടും? ഹല്ലേലൂയ. പെന്തിക്കോസ്ത് വരുമ്പോഴത്തേക്കിനുള്ള ചോദ്യമാണ് അല്ലേ, പ്രൈസ് ഗോഡ്. എന്നാൽ ഒന്നും ഉത്തരം പറഞ്ഞില്ല. ഞാൻ പറയട്ടെ, ഈ ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുവാൻ തക്കവണ്ണം ഹല്ലേലൂയ പോയതല്ല, ഭക്ഷണ സാധനം കൊണ്ടുപോയി സഹോദരന്മാർക്ക് കൊടുക്കാൻ പോയതാ. പ്രൈസ് ഗോഡ്. അതവിടെ ചെന്നിട്ടും ഹല്ലേലൂയ ഉറുമ്പൊന്നും കയറാതെ ഒരിടത്തും തൂക്കിയൊന്നും ഇട്ടില്ല. സൈന്യാധിപൻ്റെ കയ്യിൽ അവനെ ഏൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. അവനെ എതിർത്ത് അവനെ ദുഷിക്കുന്ന സഹോദരന്മാരാ. പക്ഷെങ്കിൽ അവരുടെ അടുത്ത് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാമോ എന്ന് അപ്പൻ ചോദിച്ചപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, അവിടെ ഫുൾ സ്റ്റോപ്പ് ഒന്നുമില്ല, പോകാമെന്ന് പറഞ്ഞ് അവൻ പോയി. അനുസരണമുള്ള ദാവീദ് നമ്മൾ കേട്ടല്ലോ, ഹല്ലേലൂയ. അബ്രഹാം അനുസരിച്ചു. അനുസരണമുള്ള കൂടാരം, വിശ്വാസമുള്ള കൂടാരം. അനുസരണം നമ്മൾ ദൈവമക്കളുടെ ജീവിതത്തിൽ കാണേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവനോട് ഒരു ചോദ്യം ചോദിച്ചു, നീ യുദ്ധം കാണാനല്ലേ വന്നത്? പ്രൈസ് ഗോഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ നേരെ വരും. പ്രൈസ് ഗോഡ്. ഞാൻ ഒരിക്കലും ഓർത്തതല്ല പ്രൈസ് ഗോഡ് അമ്മ അങ്ങനെ ചോദിക്കുമെന്ന്. ഹല്ലേലൂയ. അമ്മയ്ക്ക് അമ്മയുടെ ഹല്ലേലൂയ ദുഃഖം കൊണ്ട് പ്രൈസ് ഗോഡ് ഞങ്ങളങ്ങ് പെന്തക്കോസ്തിലായി പോയല്ലോ എന്നോർത്ത് പ്രൈസ് ഗോഡ് ചോദിച്ചതാ. അത് വീണ്ടും ചോദിക്കുവാനിടയായി. കാരണം ഞങ്ങൾ നാട്ടിൽ വന്ന് ഞങ്ങൾ ബിസിനസ് തുടങ്ങി, ഹല്ലേലൂയ മെഡിക്കൽ ബിസിനസ്. എന്നാൽ അതും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിട്ടു. അത് വിടാനുള്ള കാരണം ദേവദാസിമാരെ ഹല്ലേലൂയ ചുരുക്കത്തിൽ ഞാൻ പറയാം, എൻ്റെ ഹസ്ബൻഡിന് പിറ്റ്യൂട്ടറിയിൽ ബ്രെയിനോട് ചേർന്ന് ഹല്ലേലൂയ ഒരു ട്യൂമർ വന്നു. ഹല്ലേലൂയ. മദ്രാസ് വെല്ലൂർ മെഡിക്കൽ കോളേജ് CMC വെല്ലൂർ പ്ലസ് അപ്പോളോ ഹോസ്പിറ്റൽ മദ്രാസ് 2 കൂട്ടർക്കും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അന്ന് അനേക വചനങ്ങൾ തന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥിക്കാൻ ഒരു ദൈവദാസനും ഒരു ദൈവസഭയും ഉണ്ടായിരുന്നു. പ്രിയ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഒരു ദൈവദാസന്മാരെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. നിങ്ങളുടെ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ പ്രൈസ് ഗോഡ് വേറെ ആരും പ്രാർത്ഥിച്ചാൽ ഫലിക്കത്തില്ല. ദൈവം സഭയെ കാണുന്നത് ശുദ്ധവും നിഷ്കളങ്കയുമായ തൻ്റെ മണവാട്ടിയായിട്ടാണ് കാണുന്നത്. ഞാൻ തന്നെ പ്രാർത്ഥിച്ചാൽ പിശാചൻ്റെ കുറ്റവുമായിട്ട് ചെല്ലും ദൈവത്തിൻ്റെ അടുത്ത്. ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുറ്റവുമായിട്ട് ചെല്ലും ദൈവത്തിൻ്റെ അടുത്ത് പിശാചി. യോബിൻ്റെയും കൊണ്ട് ചെന്ന പിശാച കേട്ടോ. എന്നാൽ നിങ്ങളുടെ ദൈവദാസൻ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ സഭ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, പ്രൈസ് ഗോഡ് അത് ദൈവത്തിന് വിലയേറിയതാ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ, ഒരിക്കലും ദേവദാസന്മാരെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ചിലപ്പോൾ അവർ വഴക്ക് പറഞ്ഞോ, അവർ നിങ്ങളെ ശ്രദ്ധിക്കാതെയോ നിങ്ങളെ ഇഗ്നോർ ചെയ്തോ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ വേദനിച്ച് കാണും. നല്ലത് നീതിമാനെ അടിക്കുന്നത് ഹല്ലേലൂയ എൻ്റെ തലയ്ക്ക് എണ്ണയാ. പ്രൈസ് ഗോഡ്. സഭ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ ഈ മോളിയൊക്കെ ഇവിടെ എൻ്റെ സഭയിലെ മോളി 2-3 പേരുണ്ട്. പ്രൈസ് ഗോഡ്. എന്നെ നല്ലവണ്ണം അറിയാവുന്നവർ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ലൂസി സിസ്റ്ററൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവദാസന്മാരെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ഞാനിത് ഒന്നുകൂടെ നിങ്ങളോട് ഒരു ഉദാഹരണത്തിൽ കൂടെയും വ്യക്തമാക്കാം. ഞങ്ങൾ കഴിഞ്ഞ വർഷം സിഡ്നിയിൽ പോയായിരുന്നു. എൻ്റെ 2ാമത്തെ മോൾ അവിടെ. അവരൊരു മലയാളം ചോദിച്ചിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ പിള്ളേർക്കൊന്നും മനസ്സിലാകത്തില്ല. അത് കാരണം അവർ ഇംഗ്ലീഷ് ചോദിച്ചിൽ പോകാൻ തുടങ്ങി. വലിയ ചർച്ച, IDMC എന്ന് പറയുന്ന നല്ല ചോദിച്ചാൽ സിഡ്നിയിലെ. പ്രൈസ് ഗോഡ്. പക്ഷേ ആ ദൈവദാസന് ഇവരെ പേഴ്സണലായിട്ട് അറിയത്തില്ല. ഒത്തിരി പേരുണ്ട്, അവർക്ക് ലൈഫ് ഗ്രൂപ്പ് ഉണ്ട്. ലൈഫ് ഗ്രൂപ്പ് 5-8 കുടുംബം കൂടി ഒരുമിച്ച് എല്ലാം നല്ല ആക്ട് ചെയ്യുക.
പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവൻ പിള്ളേരോട് പറഞ്ഞു, മക്കളെ ആ മലയാളം ചർച്ചുമായിട്ടുള്ള ടച്ച് നിങ്ങൾ വിടരുത്. പ്രൈസ് ഗോഡ്. കാരണം ആ ദൈവദാസന് നിങ്ങളെ പേഴ്സണലായിട്ട് അറിയാം. ആ ദൈവദാസൻ്റെ പ്രാർത്ഥന വിലയേറിയതാ. പ്രൈസ് ഗോഡ്. എൻ്റെ പ്രിയപ്പെട്ടവന് ഒരു ദൈവദാസനായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, ദൈവദാസന്മാരെ വിഷമിപ്പിക്കരുത്. അവർ പ്രാർത്ഥിച്ചാൽ, എൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ ഉദാഹരണമാണ്. ഹല്ലേലൂയ. ആ റിപ്പോർട്ടെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഡോക്ടർ ഇങ്ങനെ എക്സ്ക്ലമേഷൻ മാർക്ക് തന്നിരിക്കുന്നത്, നോൺ വിഷ്വലൈസേഷൻ ഓഫ് ദ പിറ്റ്യൂട്ടറി അഡിനോമ സീൻ ഇൻ ദ MRI ഓഫ് May 1995. MRI 1995 കണ്ട മുഴ അപ്രത്യക്ഷമായിരിക്കുന്നു. ഓരോ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? സഭയുടെ പ്രാർത്ഥന വിലയേറിയതാ ദേവദാസിമാരെ. സഭയുടെ പ്രാർത്ഥന വിലയേറിയതാ. നമ്മുടെ ദേവദാസന്മാരുടെ പ്രാർത്ഥന വിലയേറിയതാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ. അതിനുശേഷമാണ് ഞങ്ങൾ കട വിടുന്നത്. അപ്പോൾ കടയും കൂടെ വിട്ട് കഴിഞ്ഞപ്പോൾ, ഒന്നാമത് ഞങ്ങൾ നൈജീരിയയിൽ നിന്ന് തിരിച്ചു പോകുന്നത് അമ്മയ്ക്കൊന്നും അത്ര ഇഷ്ടമില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. രണ്ടാമത് ഹല്ലേലൂയ കടയും കൂടെ ബിസിനസ്സും ഞങ്ങളങ്ങ് വിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു. 4 കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ. പക്ഷേ ദാവീദിനോട് ചോദിച്ചു, നീ പട കാണാനല്ലേ വന്നത്? ദാവീദ് മറുപടി പറഞ്ഞോ? ചില വിഷയങ്ങൾക്ക് ഹല്ലേലൂയ മറുപടി പറയരുത്. ഞാൻ അതൊന്നുമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ യെശയ്യാവിലേക്കൊക്കെ അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയുക, ഹല്ലേലൂയ ചില വിഷയങ്ങൾക്ക് ഹല്ലേലൂയ ഉത്തരം കിട്ടാതെ ഭാരപ്പെട്ടിട്ട് ചിലത് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തി ജീവിതമേ, നീ മായടച്ചു വെക്ക്. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് നീ കാണും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തില് ദൈവപ്രവൃത്തികൾ വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ നീ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവമേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഉടലവരക ശംധരമനര ദീകൽകാര ദുടകര ബടകൾ ശംധര ജൂന റീക മാന ദീകാരുഡര ശുദ്ധരമനദല ജിഗരമന രൗടാര ഫലദാരൗഡേ സംദൽ സാദാ റീക മാന ഉരവര ദിഗര ദിഗല ദിഗാർക ദുരകം ദലമം ജനമം. Oh yes 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 yes. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും കേട്ടോ. ഹല്ലേലൂയ. ചേട്ടന്മാരെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയാത്തത് ഈ മിണ്ടാതെ നിന്ന ദാവീദിനെ കൊണ്ട് ചെയ്യിക്കാനാ ദൈവത്തിന്റെ പ്ലാൻ. ഹല്ലേലൂയ. ശക്തമായി ദൈവം ചിലരെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ഗോഡ് പ്രൈസ് ഗോഡ്. മോശയിലേക്ക് ഞാനൊന്ന് പോട്ടെ. പ്രൈസ് ഗോഡ്. മിസ്രൈമിനെ കുറിച്ച് ഹല്ലേലൂയ എബ്രായർ ആരാന്നുമൊക്കെ ഈ അമ്മ പറഞ്ഞു കൊടുത്തു. മോശയ്ക്കറിയാം. കൊട്ടാരത്തിൽ വളർന്ന മോശയ്ക്ക് അതൊക്കെ അറിയാം. അതുകൊണ്ട് എന്തു വേണ്ടി ഒരിക്കൽ ഒരു മിസ്രൈമിനെ ഹല്ലേലൂയ മിസ്രൈമിനെ എബ്രായനെ അടിച്ചു കൊന്നപ്പോൾ ഹല്ലേലൂയ മോശ എന്ത് ചെയ്തു? ഓടിച്ചെന്ന് അവനെ അടിച്ചു കൊന്നു. മിസ്രൈമിനെ അടിച്ചു കൊന്നു. എബ്രായനെ രക്ഷിച്ചു. വീണ്ടും അതുപോലെ എബ്രായനും കൂടെ വഴക്കിട്ടപ്പോൾ ചെന്നപ്പോൾ എന്താ മോശയോട് പറഞ്ഞ്? നിന്നെ ന്യായാധികർത്താവാക്കിയത് ആര്? അല്ലേ ചോദിച്ചില്ലേ? നിന്നെ പ്രഭുവാക്കിയത് ആര് ചോദിച്ചില്ലേ? പ്രൈസ് ഗോഡ്. വല്ല മറുപടിയും മോശ പറഞ്ഞോ? ഒരു മറുപടിയും മോശ പറഞ്ഞില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അവനെ പ്രഭുവാക്കി ഇല്ലേ? അവനെ ന്യായാധികർത്താവാക്കി ഇല്ലേ? പ്രൈസ് ഗോഡ്. വിശ്വസിക്ക് ദൈവ പൈതലേ. ഇന്ന് ചില ചോദ്യങ്ങളുടെ മുമ്പിൽ നീ വിഷമിച്ചിരിക്കുവാണെങ്കിൽ ദൈവം അതിന് ഉത്തരം എഴുതും. ദൈവം അതിന് ഉത്തരം എഴുതും. നീ കയറി ഉത്തരം എഴുതാൻ പോകരുത് കേട്ടോ. പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ പറയുവാനിടയായി, വാഗ്ദത്ത ദേശത്തേക്ക് പോകുമ്പോൾ നീ ആ ഭൂപടത്തിൽ കയറി ബാബിലോൺ വരയ്ക്കാൻ പോകരുത്. ഹല്ലേലൂയ. നീ ബാബിലോൺ വരയ്ക്കാൻ പോകരുത്. പ്രൈസ് ഗോഡ്. നീ ഉത്തരം പറയാൻ പോകരുത്. യോസഫിന്റെ കാര്യം എടുത്തോ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചേട്ടന്മാർ ചോദ്യം ചോദിച്ചപ്പോൾ അവൻ വല്ലതും മിണ്ടിയോ? ഇല്ല, മിണ്ടിയില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചതുമില്ല. അപ്പോൾ ഇവിടെ ദാവീദ് പറഞ്ഞ സങ്കീർത്തനമാ അവിടുന്ന് പോയത് ഞാൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ നമുക്കറിയാം എപ്പോഴാണ് ഇത് പറഞ്ഞത്? അബിമേലെക്കിന്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടിച്ച്
ഹല്ലേലൂയ. താൻ അവിടുന്ന് ഓടിപ്പോകുമ്പോൾ താൻ ചമച്ച സങ്കീർത്തനമാ. പ്രൈസ് ഗോഡ്. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ശത്രുവായവൻ ലജ്ജിപ്പിക്കാൻ തക്കവണ്ണം അനേക കാര്യങ്ങൾ മെനയും. പ്രൈസ് ഗോഡ്. അനേക ആയുധങ്ങൾ ഉണ്ടാക്കും. യെശയ്യാപ്രവചനം ഹല്ലേലൂയ 54-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിനക്ക് എതിരെ ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പാടുക പാട്ട്, ഹല്ലേലൂയ. നിനക്കെതിരായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. എതിരായി ആയുധമുണ്ടാക്കും. ശത്രുവിനൊരായുധപ്പുരയുണ്ട്. നിന്റെ ആയുധപ്പുര ശൂന്യമാണോ? പ്രാർത്ഥനയാകുന്ന ആയുധം മൂർച്ചയോടുകൂടിയാണോ ഇരിക്കുന്നത്? ആരാധനയാകുന്ന ആയുധം മൂർച്ചയോടുകൂടിയാണോ ഇരിക്കുന്നത്? ഇന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്തേ. നിന്റെ ആയുധപ്പുര കാലിയാണോ ദൈവ പൈതലേ? പ്രൈസ് ഗോഡ്. ഇരുവായുധത്തിലുള്ള വാള് ഹല്ലേലൂയ മൂർച്ചയോടെയാണ് നിന്റെ കയ്യിലായിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശത്രു ആയുധങ്ങൾ ഉണ്ടാക്കും ദൈവജനത്തിന്റെ നേരെ, ദൈവസഭയുടെ നേരെ. ലോകം മുഴുവൻ ഇപ്പൊ അങ്ങനെ കേട്ടോ. പ്രൈസ് ഗോഡ്. ദൈവസഭയുടെ നേരെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവൻ പലപ്പോഴും പറയും, കർത്താവ് പണിത 2 ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒന്ന് കുടുംബം, പ്രൈസ് ഗോഡ്, 2 സഭ. പ്രൈസ് ഗോഡ്. പക്ഷെ കുടുംബം പണിയണമെങ്കിൽ കർത്തദാസൻ പറഞ്ഞല്ലോ, ലേയയും റാഹേലും അവർ ഇരുവരുമായി ഇസ്രായേൽ ഗൃഹം പണിതത്. കുടുംബം പണിയണമെങ്കിൽ നമ്മുടെ എഫേർട്ട് വേണം. എന്നാൽ സഭ പണിയണമെങ്കിൽ അത് ദൈവം പണിതോളും. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്തൊരു പണി ദൈവം ഹല്ലേലൂയ സഭയ്ക്ക് വേണ്ടി ചെയ്യും. എന്നാൽ മനസ്സിലാക്കണമേ, ഈ ആയുധങ്ങളൊന്നും ഫലിക്കത്തില്ല. ശത്രുവിൻ്റെ ആയുധങ്ങളുടെ വായ്ത്തലയെ മടക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രുവിൻ്റെ ആയുധത്തിൻ്റെ മൂർച്ചയെ ഇല്ലാതാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഒന്ന് കരമുയർത്തി സ്തുതിക്കാമോ? നിന്റെ തലമുറയുടെ നേരെ ഉണ്ടാക്കുന്ന ആയുധങ്ങളുണ്ടല്ലോ, ഇന്ന് പകൽക്കാലം നിർവീര്യമാകട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നു? ഓ രഗന ശഗന രഗത ജിഗൽഖ ഓ റിഗന രൗഢ ലഗംബര ബൗഢ രബദ ദീവൽ വോരഗ ജഗരഗരൽഖ സംദോ രീബ അംദൽ ജാലഗ ദഗര ദിഗൽഖര ഗൗഡ അംദേ ജൗഡേ രീപബ ശദൂര മനര. ഹല്ലേലൂയ. ആയുധങ്ങളെ നിർവീര്യമാക്കുന്ന ദൈവം, ആയുധങ്ങളുടെ വായ്ത്തലയെ മടക്കുന്ന ദൈവം, യേശുവിന്റെ നാമത്തിൽ. Hallelujah. Praise God. Hallelujah. Praise God. Hallelujah. പക്ഷേ ഹല്ലേലൂയ ബുദ്ധിപ്രമം നടിച്ചു പോയ ഹല്ലേലൂയ ഈ പാട്ടുപാടി സങ്കീർത്തനം എഴുതിയ ദാവീദിന് വല്ലതും പറ്റിയോ? ഒന്നും പറ്റിയില്ല. ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഹല്ലേലൂയ പാടുവാൻ, പ്രൈസ് ഗോഡ്, സങ്കീർത്തനം ചമപ്പാൻ നമുക്ക് കഴിയണം. പ്രതികൂലങ്ങൾ അനവധി വന്നാലും വൈരികൾ വന്നാലും പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നേരെ നമ്മൾ പാടിയതുപോലെ ദൈവദാസിമാരെ വൈരികൾ എഴുന്നേൽക്കും. ഹല്ലേലൂയ. എതിരികൾ എഴുന്നേൽക്കും. എതിരായി സംസാരിക്കുന്നവർ എഴുന്നേൽക്കും. നിന്നോട് ശത്രുത്വം കാണിക്കുന്നവർ എഴുന്നേൽക്കും. പ്രൈസ് ഗോഡ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, 3-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് പറയുന്നുണ്ടല്ലോ, അവന് ദൈവത്വങ്ങൾ രക്ഷയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയും. ഹല്ലേലൂയ. അതെപ്പോഴാ? അതും ദാവീദിന്റെ കാര്യത്തിലാ. ഹല്ലേലൂയ. അബ്ശാലോമോൻ മകൻ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ
കഴിഞ്ഞപ്പോൾ ദാവീദിനോട് പറഞ്ഞു അവൻ ഒരിക്കലും രക്ഷയുണ്ടാകത്തില്ല. പക്ഷേ രക്ഷയുണ്ടായോ? ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. കുഞ്ഞേ നിനക്ക് ചുറ്റും ഹല്ലേലൂയ നിലമ്പൂർ ദേശത്തിലെ ദൈവവിശ്വാസികളെ, നിലമ്പൂർ ദേശത്തെ ദൈവജനമേ, ഹല്ലേലൂയ നിങ്ങൾക്ക് ചുറ്റും യഹോവ ഒരു പരിചയ, യഹോവ ഒരു മഹത്വമാ. യഹോവ നിങ്ങളുടെ തലയെ ഉയർത്തട്ടെ. പ്രൈസ് ഗോഡ്. സെക്രിയ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നില്ലേ, പ്രൈസ് ഞാൻ അവർക്ക് ചുറ്റും തീ മുതലായിരിക്കും. പ്രൈസ് ലോർഡ്. 12ാം ക്ലാസ് വരെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടുകൂടെ കാണും. അതിനുശേഷം ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പോകും പഠിക്കുവാൻ. എന്നാൽ അത്രയും കാലം ഹല്ലേലൂയ അവർ നമ്മോടുകൂടി ആയിരിക്കുമ്പോൾ അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുക, അവരെ പഠിപ്പിക്കുക, ആത്മീയ കാര്യത്തിൽ ശുഷ്കാന്തിയുള്ളവരാക്ക്. എല്ലാറ്റിലുപരി ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പെന്തിക്കോസ്തിൻ്റെ ശ്രേഷ്ഠത ഹല്ലേലൂയ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്ത് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി കൊടുത്ത് അവരെ വിട്. അവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും യഹോവ അവർക്ക് ചുറ്റും തീമതിലായിരിക്കും. പ്രൈസ് ഗോഡ്. സെക്രിയ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട് 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില്, ഞാൻ അവർക്ക് ചുറ്റും ഒരു പട്ടാളമായിരിക്കുമെന്ന്. അയ്യോ സ്തോത്രം. ദൈവമേ അവർക്ക് ചുറ്റും പട്ടാളമായിരിക്കുമെന്ന്, ഒരു സൈന്യമായിട്ട് വരുമെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോട്ടെ. ഹല്ലേലൂയ. 44-ാം യെശയ്യാവ് 44:22 പറയുന്നുണ്ട്, കാർമുകിലിനെ പോലെ നിന്റെ ലംഘനത്തെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ മായ്ച്ചു കളയും. അവിടെയും പറയുന്നത് എന്തുകൊണ്ടാ? ഈ ക്ഷമയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ ഈ പാപമോചനത്തിന് വേണ്ടി ഹല്ലേലൂയ എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് തിരിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാർമുകിൽ കുറച്ച് നേരം നിൽക്കും, ഹല്ലേലൂയ. കനത്തണ്ട മേഘം കുറച്ച് നേരം നിൽക്കും, പിന്നെ അത് മഴയായി പെയ്തു പോകുമല്ലേ. പ്രൈസ് ഗോഡ്. അതിനെ മായ്ച്ചു കളയുന്നത് പോലെ തന്നെ എൻ്റെ നിൻ്റെയും പാപം. ഹല്ലേലൂയ. നമ്മൾ തിരുവത്താഴ് സമയത്തൊക്കെ പാടുന്ന പാട്ടുകൾ എത്രയോ ശ്രേഷ്ഠമായ പാട്ടുകളാ പഴയ നിയമഭക്തന്മാരെഴുതിയത്. കർത്താവ് അത് മായ്ച്ചു കളയും കേട്ടോ. ആ തെറ്റുകളെല്ലാം ദൈവം പോകും. ഹല്ലേലൂയ. ഞാൻ 2 വാക്യം വായിക്കട്ടെ. യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 23-ാം വാക്യം. നീ സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ അഭിവൃദ്ധി പ്രാപിക്കും, നീതികേട് നിന്റെ കൂടാരത്തിൽ നിന്ന് അകറ്റിക്കളയും. എങ്ങോട്ടാണ് തിരിയേണ്ടത്? അവങ്കിലേക്ക്. ആരാവൻ? സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ. 26, 27, 28 ഒരാളൊന്ന് ഒച്ചത്തി വായിച്ചേ. തിരിഞ്ഞാൽ എന്ത് പറ്റും? കാരണം അവൻ്റെ വലത്ത് ഭാഗത്തെന്നും പ്രമോദമുണ്ട്. നീ തിരിയുമ്പോൾ അത് എങ്ങോട്ട് വരും? നിന്റെ മുഖത്തേക്ക് വരും. നിന്റെ മുഖത്തേക്ക് വരുമ്പോൾ പിന്നെ നിന്റെ മുഖം പ്രകാശിക്കും. നിന്റെ മുഖം പ്രകാശിച്ചാൽ പിന്നെ ശത്രുവിന് നിൽക്കാൻ പറ്റത്തില്ല. പ്രകാശത്തിന് മുമ്പിൽ ശത്രു ലജ്ജിക്കത്തില്ല. വായിച്ച മോളെ. യെസ്. പോരെ? ഹല്ലേലൂയ. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. കുഞ്ഞെ, യേശു കർത്താവിലേക്ക് തിരിഞ്ഞാൽ നിന്റെ മുഖം പ്രകാശിക്കും. നിന്റെ വഴികളിൽ ദൈവം പ്രകാശിക്കും. നിന്നെ ഇരുട്ടുകൊണ്ട് മൂടുവാൻ നിൽക്കുന്ന അന്ധകാര വ്യാപാര ശക്തികളും ഇരുട്ടിൻ്റെ ആളത്വങ്ങളും രഗതക ശംദരവും ഉഠാരവ വഴിമാറിത്തരും. നിനക്ക് വഴിമാറിത്തരും. ഹല്ലേലൂയ. നമ്മൾ പാടുമല്ലോ, രക്ഷിതാവിനെ കാൺക പാപി, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിനോട് പറയാമോ, കർത്താവേ നീ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണല്ലോ ക്രൂശിൽ കയറിയത്. ഹല്ലേലൂയ. 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്തുകൊണ്ട് നടന്ന കർത്താവിനെ ഒന്ന് ധ്യാനിച്ചേ. ക്രൂശിന്മേൽ ഹല്ലേലൂയ കയറി കഷ്ടം അനുഭവിച്ച കർത്താവിനെ ഒന്ന് ധ്യാനിച്ചേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദേവദാസിമാരെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഒന്ന് ധ്യാനിച്ചേ. പിതാവാകുന്ന ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവിനെ ഒന്ന് ധ്യാനിച്ചേ. ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ
നീ കള്ളയാം യേശുവേ കയ്യിലേൽപ്പിക്കാനീ. പ്രൈസ് ദി ലോർഡ്. ദേവദാസിമാരെ, പ്രൈസ് ഗോഡ്. എൻ്റെ ഹസ്ബൻഡിന് ഈ രോഗം വന്ന് വെല്ലൂർ പോയി തിരിച്ചു വന്നു, അപ്പോളോയിൽ പോയി, സഭയിൽ വന്നു, സഭയിൽ പ്രാർത്ഥിച്ചു. ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. ഞാൻ കടന്നുപോയൊരു പാത. ഒരു ദിവസം ഞാൻ ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കർത്താവിനോടൊരു കാര്യം പ്രാർത്ഥിച്ചു. കർത്താവേ, നീ തല മുഴുവനും മുൾക്കിരീടം ധരിച്ചു. 6.5 ലിറ്റേഴ്സ് ഒരു ഹെൽത്തി ബോഡിയിലുണ്ടെന്നാണ് പറയുന്നത്. അത് മുഴുവൻ ഒരു തുള്ളി പോലും ഇല്ലാതെ ഊറ്റിക്കളഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഒരൊറ്റ മുള്ളിൽ നിന്ന് പോയ രക്തം അതെനിക്ക് മതി. ഈ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന മാസ്റ്റർ ഗ്ലാൻഡാണ്. കുറച്ച് മില്ലിമീറ്ററേ ഉള്ളൂ, 8 to 12 മില്ലിമീറ്റേഴ്സേ ഉള്ളൂ അതിൻ്റെ വലിപ്പം. പക്ഷേ അത് ബ്രെയിനിലോട്ട് ചേർന്നൊരു വല്ലാത്ത പൊസിഷനിലായിരുന്നു. ഞാൻ ചോദിക്കുക കർത്താവിനോട് ചോദിച്ച കർത്താവ് അത് തരും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരൊറ്റ മുള്ളിൽ നിന്ന് പോയ രക്തമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, അത് നീ തരത്തില്ലേ? എൻ്റെ യേശു കർത്താവ് തന്നു. പ്രൈസ് ഗോഡ്. ഒരിക്കലും ഒരു വലിയ ചർച്ചിൻ്റെ സീനിയർ പാസ്റ്ററായിട്ട് ഇരിക്കുമെന്നൊന്നും ഓർത്തതല്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരെക്കുറിച്ചുള്ള പദ്ധതി ദേവദാസിമാരെ കർത്താവിൻ്റെ കയ്യിൽ കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം there is a purpose. നമ്മളെ ദൈവം വിളിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പക്ഷെ അവൻ ആ ബ്ലൂ പ്രിൻ്റ് നമ്മുടെ കയ്യിൽ തരത്തില്ല. പക്ഷെ നമ്മളെ കടത്തിവിടുന്ന കഷ്ടതകളൊക്കെ നന്മയ്ക്കാണെന്നൊന്ന് വിചാരിക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് സകലത്തെ നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഏതെങ്കിലും രോഗത്താലാണോ ഭാരപ്പെടുന്നത്? എൻ്റെ യേശു കർത്താവ് രോഗം ശീലിച്ചവനാ. എന്തെങ്കിലും ഒരു അപവാദം കേട്ടാണോ കുഞ്ഞെ നീ വിഷമിക്കുന്നത്? ഞാൻ പറയട്ടെ, യേശു കർത്താവിനോട് പറഞ്ഞതാ, നീ ബേൽസബൂലിനെ കൊണ്ട് അഭൂതങ്ങളെ പുറത്താക്കുന്നത് അതിൽ കൂടുതലില്ലല്ലോ. പ്രൈസ് ഗോഡ്. അവൻ കന്നത്തടി കൊണ്ടവനാ. അവൻ മുഖത്ത് തുപ്പലേച്ചവനാ. നമ്മുടെ മുഖത്ത് ആരും ഇന്ന് വരെ തുപ്പിയിട്ടില്ലല്ലോ, അല്ലേ? പ്രൈസ് ഗോഡ്. ഈ ഒരു കർത്താവിലേക്ക് നോക്കിയാലുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, വിശ്വാസത്തിൻ്റെ നായകനെ നോക്കിയാലുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ അപൂർണതയിൽ കിടക്കുന്ന, പൂർത്തീകരിക്കാതെ കിടക്കുന്ന സകല വിഷയങ്ങളിൽ മേലും അവൻ ജയം തരും, അവൻ വിടുതൽ തരും. അവനൊരു മാതൃക കാണിച്ചു വെച്ചേച്ചാ പോയത്. യേശു കർത്താവ് അപ്പം നുറുക്കി എല്ലാവർക്കും കൊടുക്കുന്നതിന് മുമ്പ് അത് കയ്യിലേന്തിയിട്ട്, ഹല്ലേലൂയ, നമുക്കറിയാലോ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. അവൻ സ്വർഗത്തേക്ക് നോക്കി. പ്രൈസ് ഗോഡ്. ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? ഹല്ലേലൂയ. യേശു കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി. അവൻ ചെയ്തതേ അവൻ നമ്മളോട് ചെയ്യാൻ പറയുന്നുള്ളൂ. നമ്മളോട് എന്താ പറയുന്നത്? ഏത് പ്രതികൂലം വന്നാലും, ഏത് വിഷയം വന്നാലും, ഹല്ലേലൂയ, ദൈവത്തിലേക്ക് നോക്ക്. സമയമാകുന്നു, ഞാൻ പെട്ടെന്ന് പോകാം. ഒരു ഉദാഹരണം, യഹോശാഫാത്ത് രാജാവ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിലുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അമോന്യരും മെയ്യൂന്യരും മോവാബ്യരും, അമോന്യരും മോവാബ്യരും മെയ്യൂന്യരും ചിലരും യുദ്ധത്തിന് വന്നപ്പോൾ താൻ പറയുന്നൊരു കാര്യമുണ്ട്: ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ എനിക്ക് ശക്തിയില്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അറിയുന്നുമില്ല, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളിലേക്ക് ഞങ്ങൾ തിരിയുന്നു. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഈ വലിയ സമൂഹം എന്നുള്ളിടത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം ഇന്നങ്ങ് എഴുതുക. ഹല്ലേലൂയ. കടബാധ്യതയാണോ? പ്രൈസ് ഗോഡ്. ഏത് വിഷയമാ? പ്രൈസ് ഗോഡ്. നിന്റെ ഭാവിയെക്കുറിച്ചാണോ? നിന്റെ കരിയറിനെ കുറിച്ചാണോ? നിന്റെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണോ? ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ചാണോ? നിന്റെ കുടുംബ ജീവിതത്തെക്കുറിച്ചാണോ? ഏത് വിഷയമാ നിന്നെ തളർത്തി ബന്ധിച്ചിട്ടിരിക്കുന്നത്? ഹല്ലേലൂയ. നീ അതങ്ങോട്ട് എഴുതി വെച്ച് പറ, ഹല്ലേലൂയ, എനിക്കിതിനോട് എതിർപ്പാൻ ശക്തിയില്ല, എന്ത് ചെയ്യണമെന്ന് ഞാൻ അറിയുന്നുമില്ല, എന്നാൽ ഞാൻ ഇന്ന് പകൽക്കാലം യേശുവേ നിങ്ങളിലേക്ക് നോക്കുക. എന്തു പറ്റി? നമുക്കറിയാം. നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ മതി. അഗസ്യേലിൻ്റെ മേളിൽ ആത്മാവ് വന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. എന്തു പറഞ്ഞു? യുദ്ധം നിങ്ങളുടേതല്ല, നിങ്ങൾ യുദ്ധം ചെയ്യണ്ട. എന്താ പറഞ്ഞത്? ദൈവത്തെ സ്തുതിപ്പാൻ, ഹല്ലേലൂയ, ദൈവത്തെ വാഴ്ത്തുവാൻ. പ്രൈസ് ഗോഡ്. എന്തു പറ്റി? പ്രൈസ് ഗോഡ്. യഹോശാഫാത്തിനെ നോക്കുമ്പോൾ പ്രബലനായ രാജാവായിരുന്നു. പ്രൈസ് ഗോഡ്. അവൻ ദൈവഭക്തനായിരുന്നു. ഹല്ലേലൂയ. വലിയ സൈന്യങ്ങൾ അവനുണ്ടായിരുന്നു. ധനവും മാനവും വളരെ ഉണ്ടായിരുന്ന രാജാവായിരുന്നു. എന്നാൽ അവൻ്റെയും ജീവിതത്തിൽ ഒന്നും പ്രവർത്തിപ്പാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു.
ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്ന വിശ്വാസ സമൂഹമേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് എതിർപ്പാൻ ശക്തിയില്ല, ഞാൻ സമ്മതിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന കുഴഞ്ഞ വിഷയമാണ്, ഞാൻ സമ്മതിച്ചു. എന്നാൽ അവങ്കിലേക്കൊന്ന് നോക്കാമോ? പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നത്, അവനെ വാഴ്ത്തുവാൻ, ഹല്ലേലൂയ, അവനെ സ്തുതിപ്പാൻ ഇന്ന് പകൽക്കാലം നീ ഒന്ന് എഴുന്നേറ്റാൽ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, അവരവരായിരിക്കുന്ന സ്ഥലത്തൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ വിഷയം ഏതാന്ന് വെച്ചാൽ അതിൻ്റെ മേൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഒരു വിജയം ദൈവം തരുക. ഇന്ന് പകൽക്കാലം ദൈവം പതിയിരിപ്പിനെ അയക്കുക. ദൈവം നിന്റെ ശത്രുവിനെ പുറകോട്ടടിക്കുക മാത്രമല്ല, അനേക വിശേഷ വസ്ത്രം കൊള്ള, ഹല്ലേലൂയ, നിന്നെ അവൻ ഭൗതികമായും ആത്മീയമായിട്ടും അനുഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങത്തക്കവണ്ണം ഇന്ന് പകൽക്കാലം ആ വിശ്വാസത്തിന്റെ നായകനെ ഒന്ന് നോക്കി ആരാധിക്കുമോ? ഹല്ലേലൂയ.